ഒരു വചനഭാഗം, ഫെമിലിയറായിട്ടുള്ളൊരു ഭാഗം വായിച്ചുകൊണ്ട് ദൈവവചന ശുശ്രൂഷയിലേക്ക് നമുക്ക് കടക്കാം. റോമർക്കെഴുതിയ ലേഖനം അതിൻ്റെ 4-ാമത്തെ അധ്യായം 20, 21, 22 വാക്യങ്ങൾ വായിച്ചുകൊണ്ട് നമുക്ക് ദൈവവചന ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിക്കുവാനും ശക്തനെന്ന് പൂർണ്ണമായിട്ട് ഉറച്ചു. അതുകൊണ്ട് അതവന് നീതിയായി കണക്കിട്ടു. Yet, with respect to the promise of God, he did not waver in unbelief, but grew strong in faith, giving glory to God, and being fully assured that what God had promised, he was able also to perform. Therefore, it was also credited to him as righteousness. Praise God. ഈ വചനത്തിൻ്റെ എല്ലാ പദങ്ങളും, വൊക്കാബുലറീസ്, എസ്പെഷ്യലി ദൈവവചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന എല്ലാ പദപ്രയോഗങ്ങളും അതിൻ്റെ ടെൻസും ഉപയോഗിച്ചിരിക്കുന്ന അഡ്ജക്റ്റീവും ആഡ്വർബും ഒക്കെ വളരെ ശ്രദ്ധാപൂർവം വേണം നാം ബൈബിൾ വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും നാം ശ്രദ്ധിക്കേണ്ടത്. ആ സമയത്തെല്ലാം ഈ പദപ്രയോഗങ്ങൾ വളരെ വ്യക്തമായിട്ട് അവിടെ നിന്ന് ചിന്തിക്കുകയും മനസ്സിലാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യണം. വിശ്വാസം എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് വളരെ ആധികാരികമായി ഈ ദിവസങ്ങളിൽ അതിൻ്റെ ഒരു പരമ്പര, ഒരു സീരീസ് തന്നെ നമ്മുടെ സഭയിൽ ദൈവത്തിൻ്റെ ആത്മാവ് താല്പര്യത്തോടെ ആ വിഷയത്തിൽ നിന്നുകൊണ്ട് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ പ്രത്യേകമായ പ്രവൃത്തികൾ വെളിപ്പെടേണ്ടതിന് ദൈവം ഡിഫൈൻ ചെയ്യുന്ന വിശ്വാസത്തിൻ്റെ മണ്ഡലത്തിലേക്ക് ദൈവജനം കടന്നെങ്കിൽ മാത്രമേ പ്രത്യേകമായ ദൈവിക പ്രവൃത്തികളെ അവർക്ക് കാണുവാൻ കഴിയുകയുള്ളൂ. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ വിശ്വാസം വളരെ ആത്മിക ജീവിതത്തിലെ വളരെ സ്ഥായിയായ ഒരു കാര്യമാണ്. പ്രൈസ് ഗോഡ്. വിശ്വാസത്താൽ മാത്രമേ ദൈവത്തിന് ആക്ട് ചെയ്യുവാൻ കഴിയൂ. If we are unable to put our full faith in God, we can limit the hand of God. ദൈവത്തിൻ്റെ പ്രവൃത്തികളെ പരിമിതപ്പെടുത്താൻ നമ്മെ കൊണ്ട് സാധിക്കും. ഹല്ലേലൂയ. ദൈവം താല്പര്യപൂർവ്വം നമ്മിൽ ചെയ്തെടുക്കാനുള്ള കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിർവർത്തിക്കപ്പെടാതെ വണ്ണം നമുക്ക് തന്നെ അതിനെ ലിമിറ്റ് ചെയ്യുവാൻ കഴിയും. എങ്ങനെയെന്ന് വെച്ചാൽ, ഹല്ലേലൂയ, വേറെ വളരെ ശക്തനായ ഒരു അഭിഷക്തൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ആ പദം ഉപയോഗിച്ച വി ക്യാൻ അറസ്റ്റ് ദ ഹാൻഡ് ഓഫ് ഗോഡ് എന്നാണ് പറഞ്ഞത്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ തടയാൻ മനുഷ്യന് കഴിയും. എബ്രായ ലേഖനത്തിലേക്ക് നാം വരുമ്പോൾ നമുക്ക് പരിചിതമായ ഏറ്റവും നല്ല ഡെഫിനിഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കുക എന്ന് നിങ്ങൾ എൻ്റെ കൂടെ തന്നെ റെസ്പോണ്ട് ചെയ്ത് പ്രാർത്ഥിക്കണം. കാരണം ദൈവത്തിൻ്റെ പ്രത്യേക പ്രവർത്തികൾ ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ പ്രത്യേകമായി ദൈവം വെളിപ്പെടുത്തും. അപ്പോൾ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കുക. ഇന്ന് പകൽക്കാലം നാം അറിയേണ്ട ഒരു കാര്യം, ഏതൊരു വ്യക്തിയോടും ദൈവം തൻ്റെ വചനത്തിലൂടെയോ
അല്ലാതെയോ ഏതൊരു വ്യക്തിയോടും ഏത് കാലത്തും ഏത് സ്ഥലത്തും ആയിരുന്നവരായിക്കൊള്ളട്ടെ, ദൈവം ഒരു വാഗ്ദത്തം അവർക്ക് വേണ്ടി അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തം നിറവേറാതിരിക്കുവാൻ കിണഞ്ഞു പരിശ്രമിക്കുന്നതായ ഒരു ശത്രുമണ്ഡലമുണ്ട് എന്നുള്ളത് ദൈവജനം വ്യക്തമായി തിരിച്ചറിയണം. ഹല്ലേലൂയ. ആ വാഗ്ദത്തം പുറത്തു വരുന്നതിന് മുൻപ് എന്ന് പറഞ്ഞാൽ വാഗ്ദത്തത്തിൻ്റെ വാക്കുകളാണ് ഞാൻ പറയുന്നത്, ആ പ്രവൃത്തി വെളിപ്പെടുന്ന സമയമല്ല പറയുന്നത്. എന്നാൽ ആ വാഗ്ദത്തം, ആ വേർഡ് ഡെലിവറായി കഴിയുമ്പോൾ തന്നെ അതിനെ വളരെ ആവേശത്തോടെ ക്യാച്ച് ചെയ്യുന്നതായ, അതിനെതിരായി പ്രവർത്തിക്കുന്നതായ, അത് നടക്കാൻ അനുവദിക്കാതെ തടസ്സങ്ങൾ സൃഷ്ടിച്ചു നിൽക്കുന്നതായ ഒരു മണ്ഡലം വളരെ ആക്റ്റീവായി ഈ ലോകത്തിൽ സജീവമായി മണ്ണിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് ദൈവജനം തിരിച്ചറിയേണ്ടതാണ്. ഹല്ലേലൂയ. അപ്പോൾ ഒരു വാക്ക്, ദൈവാലോചന, ദൈവിക വാഗ്ദത്തം നമ്മുടെ ഉള്ളിലേക്ക് വന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നമ്മളെക്കാൾ മുൻപേ റിസീവ് ചെയ്യുന്ന ഒരു പൈശാചിക മണ്ഡലമുണ്ട്. ഹല്ലേലൂയ. അതിനെ വളരെ കൃത്യമായി അനലൈസ് ചെയ്തുകൊണ്ട് ആ പ്രവൃത്തികളിൽ നിന്ന് ദൈവജനത്തെ തടഞ്ഞു വയ്ക്കുവാൻ, ആ ആശയ്ക്ക് വിരോധമായിട്ടുള്ള ചിന്തകളെ കൊണ്ടിട്ട്, ആ ആശയ്ക്ക് വിരോധമായ സാഹചര്യങ്ങളെ കൊണ്ടിട്ട് അതൊരിക്കലും നടക്കത്തില്ലെന്ന് നമ്മളെ കൊണ്ട് വിശ്വസിപ്പിച്ച് അതിൻ്റെ എല്ലാ വഴികളെയും അടച്ചു കളയുവാൻ ശ്രമിക്കുന്ന ശക്തമായ പൈശാചിക പോരാട്ടങ്ങൾ നിലനിൽക്കുന്ന മണ്ണിലാണ് നാം ജീവിക്കുന്നത് എന്ന്, ഹല്ലേലൂയ, ഗ്ലോറി ബി ടു ഗോഡ്, എനിക്ക് നിങ്ങൾക്കും വ്യക്തമായി അറിവുണ്ടായിരിക്കണം. വിശ്വാസത്തിൻ്റെ സാധ്യതകളെ നശിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടല്ലോ. വിശ്വസിക്കാൻ നമുക്ക് സാധ്യതകൾ വേണം, പോസിബിലിറ്റീസ്, പല കാര്യങ്ങൾ കണ്ടാണ്. സിറ്റുവേഷൻ, സർക്കംസ്റ്റൻസസ്, അനുകൂലമായ സാഹചര്യങ്ങൾ, ഇവയെ കാണുമ്പോഴാണ് നമുക്ക് വിശ്വാസം വരുന്നത്. എന്നാൽ നമ്മളെ കാണുമ്പോൾ, സാഹചര്യം കാണുമ്പോൾ നമ്മളെ കൊണ്ട് ഒരിക്കലും വിശ്വസിക്കാൻ അനുവദിക്കാത്ത വിധത്തിൽ അതിൻ്റെ സാധ്യതകൾക്കെല്ലാം മങ്ങലേൽപ്പിച്ചുകൊണ്ട്, ഹല്ലേലൂയ, എല്ലാവരും പ്രാർത്ഥിച്ച ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇന്ന് പകൽക്കാലം വിടുതൽ അനുഭവിക്കുവാൻ, ദൈവത്തിൻ്റെ കരം കാണുവാൻ, ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ സമൂഹമെല്ലാം ഏറ്റവും നന്നായി സെലിബ്രേറ്റ് ചെയ്യുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ, ആണല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. ഏതൊക്കെ വിധത്തിൽ കൾച്ചറലി സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഫെസ്റ്റിവൽ നമ്മുടെ മണ്ണിൽ ഏറ്റവും ആക്റ്റീവായിട്ടുള്ള ദിവസമാണിന്ന്. പക്ഷേ ഇന്ന് എന്തുകൊണ്ട് അതൊക്കെ മാറ്റിവെച്ച് ദൈവജനം ഈ ആലയത്തെങ്കിലേക്ക് വന്നു? ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ടല്ലേ? ദൈവത്തെ, ജീവനുള്ള ദൈവത്തെ ആത്മാർത്ഥമായി ആരാധിക്കുന്നത് കൊണ്ടല്ലേ? ഹല്ലേലൂയ. അങ്ങനെയുള്ള ജനത്തെ വെറും കൈയോടെ വിടാനല്ല, അതിനേക്കാൾ വലിയൊരു ഫെസ്റ്റിവ് സെലിബ്രേറ്റ് ചെയ്യുവാൻ, ഹല്ലേലൂയ, ഏറ്റെടുത്ത് ദൈവത്തെ സ്തുതിച്ചാട്ടെ. അതിനേക്കാൾ നിന്റെ ജീവിതത്തിൽ ആഘോഷിക്കുവാൻ അനുവദിക്കാതെ തടയിട്ടുകൊണ്ട് നീ ആഘോഷിക്കേണ്ട പല സ്ഥാനങ്ങളിലും പല മണ്ഡലങ്ങളുടെയും വഴികളെ അടയ്ക്കുന്നതായ പൈശാചിക പോരുകളുടെ മേല് അതിൻ്റെ പദ്ധതികളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഇന്ന് ദൈവപ്രവൃത്തി ദൈവസഭയില്, ദൈവജനത്തില് അവൻ വെളിപ്പെടുത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവൻ, ഹല്ലേലൂയ, എന്നെ കണ്ടെത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വളരെ വളരെ കൃത്യമായിട്ടുള്ളതാണ്. അവൻ്റെ സ്ട്രാറ്റജി ഒരിക്കലും ഫെയിലാകുന്ന സ്ട്രാറ്റജി അല്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്ട്രാറ്റജി ഒരിക്കലും ഫെയിലാകുന്ന സ്ട്രാറ്റജി അല്ല. പറ, അധരം കൊണ്ട് പറ, എൻ്റെ ദൈവം എന്നോട് ഇതൊന്നും മിസ്സാകുന്ന, ആരെങ്കിലും അശ്രദ്ധമായിട്ടിരുന്ന് മിസ്സായാൽ അവർക്ക് നഷ്ടപ്പെടുകയാണ് പലതും. ഹല്ലേലൂയ. ദേവാലയത്തിൽ ദൈവാലോചനകൾ, ദൈവദാസന്മാർ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് ദൈവജനത്തിൻ്റെ മുൻപിലേക്ക് കൊണ്ടുവന്ന് അത് വിഭാഗിക്കുമ്പോൾ, ഹല്ലേലൂയ, അലക്ഷ്യമായി ഇരിക്കുകയോ വേണ്ടും പോലെ പ്രാർത്ഥിക്കാതിരിക്കുകയോ ഭക്തിയോടുകൂടെ ഹൃദയത്തെ സമർപ്പിക്കാതിരിക്കുകയോ ചെയ്താൽ നഷ്ടം അവർക്ക് തന്നെയാണ്. ശ്രേഷ്ഠമായത് നഷ്ടമാകും. ഹല്ലേലൂയ,
ഹല്ലേലൂയ, ഗ്ലോറി ബി ടു ഗോഡ്. ക്രിസ്തീയ ജീവിതം, ആരാധനാ ജീവിതം, വചനത്തിൽ ആധാരമായ ജീവിതം, അത് ഗൗരവമേറിയ ജീവിതമാണ്. അതിലൂടെ മാത്രമേ ദൈവജനം ദൈവത്തിൻ്റെ പ്രവൃത്തികളെ പ്രാപിക്കുവാനിടയാകുകയുള്ളൂ. നമുക്കറിയാം, നമ്മുടെ ഫോർഫാദറായ അബ്രഹാം ദൈവത്തിൻ്റെ വലിയ വാഗ്ദത്തം പ്രാപിച്ചവനാണ്. ഇതൊക്കെ ഒരുപാട് നമ്മൾ കേട്ടതാണ്. എന്നാൽ വ്യത്യസ്തമായ നിലയിൽ ദൈവം നമ്മോട് ഇന്ന് ഇടപെടുന്ന ദിവസമാണ്. വലിയ വാഗ്ദത്തം ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു. ഈ വാഗ്ദത്തങ്ങളെല്ലാം വളരെ ദൈവത്തിൻ്റെ ഒരു സ്പെഷ്യൽ ഫേവറിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ഹല്ലേലൂയ. മനസ്സിലായവരെല്ലാം കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഈ വാഗ്ദത്തങ്ങളെല്ലാം എല്ലാ കാര്യങ്ങളും നമ്മുടെ മെറിറ്റ് അനുസരിച്ചല്ല ദൈവം കൊണ്ടുവരുന്നത്. നമ്മുടെ മെറിറ്റ് നോക്കാതെ ദൈവത്തിൻ്റെ കൃപയാലാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ പദ്ധതികളെ രൂപപ്പെടുത്തിയെടുക്കുന്നത്. എന്നാൽ ആ പദ്ധതിയുടെ പൂർണ്ണതയിലേക്ക് ദൈവജനം കടക്കണമെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായി ദൈവവചനം നിർദ്ദേശിക്കുന്ന വഴികളിലൂടെ നാം സഞ്ചരിക്കേണ്ടത് ആവശ്യമാണ്. ഗ്ലോറി ബി ടു ഗോഡ്. കർത്താവിൻ്റെ നാമം മഹിമപ്പെടട്ടെ. അപ്പോൾ അബ്രഹാമിന് ദൈവം ജനസിസ് ചാപ്റ്റർ 12 ബിഗിനിങ് പാർട്ടിൽ പറയുന്നുണ്ട്, വളരെ ശക്തമായ വാഗ്ദത്തമാണ്. പക്ഷേ ആ വാഗ്ദത്തമെല്ലാം കണ്ടീഷണലായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെല്ലാം ദൈവത്തിൻ്റെ അൺകണ്ടീഷണൽ ഫേവർ നമ്മുടെ മേൽ കൽപ്പിച്ച് നമുക്ക് നൽകുന്നതാണ്. അത് നമ്മുടെ മെറിറ്റ് നോക്കി അല്ല നമുക്ക് നൽകുന്നത്, ബട്ട് ഇറ്റ് ഈസ് കണ്ടീഷണൽ. ഹല്ലേലൂയ. അപ്പോൾ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ എന്ത് ചെയ്യുന്നു, കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോകണം. അപ്പോൾ അതൊരു വലിയ, അബ്രഹാമിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ചലഞ്ചിങ് ടാസ്ക്കാണ്. ഹല്ലേലൂയ. വളരെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തി, എല്ലാ നിലയിലും നെയിമും ഫെയിമും ഉള്ളതായ ഒരു വ്യക്തി ഒരു മൂവ്മെൻറ്റിന് തയ്യാറാകുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ചിന്തിക്കാൻ കഴിയുന്ന കാര്യമല്ല ഒരു സാധാരണ മനുഷ്യന്. കാരണം എല്ലായ്പ്പോഴും ഹ്യൂമൻ ബീയിങ്ങിൻ്റെ നേച്ചറാണ്, അവർ കംഫർട്ട് ആഗ്രഹിക്കുന്നവരാണ്. ഞാനും നിങ്ങളും കംഫർട്ട് ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ പ്രത്യേകമായ അച്ചീവ്മെൻ്റ് ജീവിതത്തിൽ വേണ്ടവർ, ഹല്ലേലൂയ, ചിലപ്പോൾ ദൈവം കൽപ്പിക്കും കംഫർട്ട് സോട്ടൊന്നും ഇടാൻ. ഹല്ലേലൂയ, കംഫർട്ട് സോണിനെ വിടാൻ. ഹല്ലേലൂയ, പദങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കണം. ഖമനഗസ്യ. ഹല്ലേലൂയ, അവൻ കൂടുകൾ ഇളക്കി, ഹല്ലേലൂയ, പറവകളെ പറക്കാൻ പരിശ്രമിപ്പിക്കുന്നത് പോലെ, ഹല്ലേലൂയ, ഉയരങ്ങളിലേക്ക് പറക്കാൻ, പുതിയ ചരിത്രങ്ങൾ രചിക്കാൻ, ഹല്ലേലൂയ, ഹിസ്റ്ററി മേക്കേഴ്സായി മാറാൻ, വേൾഡ് ചേഞ്ചേഴ്സായി മാറാൻ. ഖമാന ഐസ്പോറിയ, എൻ്റെ കൂടെ വരട്ടെ. കുഞ്ഞുങ്ങൾ ഏറ്റെടുത്ത് ദൈവത്തെ ആരാധിക്കട്ടെ. യൗവനക്കാർ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. അവന്റെ ആലോചനകൾ ദൈവപൈതലേ നിന്നെ തേടിയെത്തും. നിന്നെ കൊണ്ട് ഹിസ്റ്ററി ചേഞ്ച് ചെയ്യിപ്പിക്കാൻ, നിന്നെ കൊണ്ട് വേൾഡ് ചേഞ്ചറായി മാറ്റുവാൻ. അൽബർ ശമനഗസ്യാന. ദൈവം നിന്റെ അടുക്കൽ വരുമ്പോൾ ചിലപ്പോൾ കംഫർട്ട് സോൺ വിടേണ്ടി വരും. കൂടുകൾ അവനൊന്ന് ഇളക്കി എന്നിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രതികൂലത്തിന്റെ ഉഷ്ണക്കാറ്റുകൾ ജീവിതത്തിന്റെ നേരെ അടിച്ചെന്നിരിക്കും, പടകുലഞ്ഞെന്നിരിക്കും, തിരമാലകൾ ഉയർന്നിരിക്കും. എന്നാൽ നിന്റെ സാക്ഷ്യം മനോഹരവും നിന്റെ സാക്ഷ്യം അതിശ്രേഷ്ഠവുമാക്കി തീർക്കുന്നവനാണ് ദൈവം. അബ്രഹാം വിശ്വാസികളുടെ പിതാവെന്ന് പറയുവാൻ വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഹല്ലേലൂയ. അബ്രഹാം സ്പിരിച്വൽ ലെജൻഡ് എന്ന് പറയുവാൻ ഹല്ലേലൂയ വലിയ എളുപ്പമുള്ള കാര്യമാണ്. എന്നാൽ we have to remember that he paid a heavy price for that. അവൻ വലിയ വിലയാണ് അതിനു വേണ്ടി കൊടുത്തത്. ദൈവം ആവശ്യപ്പെട്ടതും അതാണ്. ലൈഫിൻ്റെ ഓരോ ജംഗ്ഷനിലും ഹല്ലേലൂയ വില കൊടുക്കാൻ ആവർത്തിച്ചു ദൈവാത്മാവ് അവനെ ഇൻസിസ്റ്റ് ചെയ്ത് അവനെ കൊണ്ട് ചെയ്യിക്കുമ്പോൾ ഓർക്കണം, ദൈവ പൈതലേ, ഭാവി ചെറുതല്ല, വഴി ചെറുതല്ല, പദ്ധതി ചെറുതല്ല. ഇന്ന് പകല് ജീവിതത്തിന്റെ വെല്ലുവിളികളുടെ നടുവിലൂടെ ഉപവസിച്ചും പ്രാർത്ഥിച്ചും ദൈവത്തിന്റെ വചനമനുസരിച്ച് മുൻപോട്ട് നീങ്ങാൻ ശ്രമിക്കുന്ന നിനക്കെതിരെ ഉയരുന്നെങ്കിൽ ഓർക്കുക, നിന്റെ മുൻപിൽ ശ്രേഷ്ഠമായ വഴികളുണ്ട്, നിന്റെ മുൻപിൽ ശ്രേഷ്ഠമായ വഴിത്തിരിവുകൾ അവൻ ഒരുക്കിയിട്ടുണ്ട്. ഓ ഗ്ലോറി ബി ടു ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ കോൾ വളരെ ശക്തമാണ്. ഹല്ലേലൂയ. പക്ഷെങ്കിൽ കംഫർട്ട് സോണുകളെ ഇളക്കുന്നതായ വെല്ലുവിളികൾ. അപ്പോൾ നമ്മൾ ഓർത്തോണം, ക്രിസ്ത്യൻ ലൈഫ് ഒരിക്കലും ഈസ് നോട്ട് എ ബെഡ് ടു റോസസ്. ഹല്ലേലൂയ. അത് ഹല്ലേലൂയ പൂക്കളുടെ മുകളിൽ കിടക്കുന്ന ആസ്വാദ്യകരമായ ഒരു ജീവിതമല്ല. ഹല്ലേലൂയ. മിഷൻ ആസ്പെക്റ്റിലൊക്കെ അതിന് പല അർത്ഥതലങ്ങളുണ്ടെങ്കിലും പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങളെ പ്രാപിക്കുവാൻ വലിയ വില നാം കൊടുത്തേ മതിയാകൂ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് പറയുന്നു, യു ആർ നോട്ട് ആൻ ഓർഡിനറി പേഴ്സൺ. അത് നിങ്ങൾ തന്നെ സമ്മതിക്കുകയാണെങ്കിൽ അതിൽ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. നമ്മൾ ആ ഭാഗങ്ങളിലേക്കാണ് വരുന്നത്. യു ആർ ആൻ എക്സെപ്ഷണൽ പേഴ്സണാ. ഹല്ലേലൂയ. ഞാനൊരു വിശേഷ വ്യക്തിയാണെന്ന് നെഞ്ചത്ത് കൈവച്ച് ഇന്ന് പകൽ ആർക്കെങ്കിലും പറയാൻ കഴിയുമെങ്കിൽ അവരോടാണ് ഇന്നത്തെ വചന ശുശ്രൂഷകൾ മുഴുവൻ. ഐ ആം നോട്ട് ആൻ ഓർഡിനറി പേഴ്സൺ, ഐ ആം ആൻ എക്സ്ട്രാഓർഡിനറി പേഴ്സൺ ഇൻ ദ സൈറ്റ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ മുമ്പിൽ ഞാനൊരു പ്രധാനപ്പെട്ട വ്യക്തമായ പദ്ധതികളുള്ള ഒരു ഉന്നത വ്യക്തിത്വത്തിനുടമയാണെന്ന് ആ വാക്കുകൊണ്ട് പറയൂ. ഹല്ലേലൂയ, ഗ്ലോറി ബി ടു ഗോഡ്. അബ്രഹാമിന് അങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നു. എന്തോ ഒരു വിശേഷത എനിക്കുണ്ട്, എൻ്റെ നാട്ടിൽ വലിയ സമ്മതമായ ഒരു വ്യക്തിയാണ് ഞാൻ, എല്ലാവരും വാനോളം പുകഴ്ത്തുന്ന അംഗീകരിക്കുന്ന ഒരു വ്യക്തിയാണ് അബ്രഹാമിൻ്റെ പ്രൊഫൈൽ. അതാണ്. എന്നാലും അതിനേക്കാൾ വലുതെന്തോ ചിന്തിക്കുന്ന ഒരു വ്യക്തി, ഇന്നിൻ്റെ സാഹചര്യങ്ങളിൽ തൃപ്തിപ്പെട്ട ഒരു വ്യക്തി ജീവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്കതാകാം. Hallelujah, you have choice. It is your choice. ഇന്നിൻ്റെ ചുറ്റുപാടുകളിൽ ഒതുങ്ങിക്കൂടി കിട്ടുന്നതും വാങ്ങിച്ചുകൊണ്ട് മാസത്തിൻ്റെ അവസാനം പരിതാപത്തിൻ്റെ കണക്കുകൾ പറഞ്ഞ് ഞെരുക്കത്തിൻ്റെയും പരിതാപത്തിൻ്റെയും അനുഭവങ്ങളിലൂടെ മാത്രം പോകാനാണ് ആഗ്രഹിക്കുന്നെങ്കിൽ യു ക്യാൻ ചൂസ് ദാറ്റ് വൺ. ഇറ്റ് ഈസ് യുവർ ചോയ്സ്. ഹല്ലേലൂയ. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഉറവ നിനക്കെതിരെ തുറക്കണമെങ്കിൽ ഹല്ലേലൂയ ദൈവവചനത്തിന് വില കൊടുക്കാൻ, ദൈവത്തിൻ്റെ വാക്കുകൾക്ക് വില കൊടുക്കാൻ നാം എന്ത് ചെയ്യണം? തയ്യാറാകണം. അപ്പോൾ അതുകൊണ്ടാണ് അബ്രഹാമിനെ സംബന്ധിച്ച് അങ്ങനെ ഒന്നും പോകേണ്ട ഒരു ആളല്ല. ആ കാലത്ത് ആ നാട്ടിൽ കാൽഡിയൻസിൻ്റെ ആ കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും പ്രഗത്ഭ വ്യക്തിയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അടങ്ങാത്ത ദാഹം ദൈവത്തിലുള്ളൊരു വ്യക്തിക്ക് വളർച്ചയുള്ളൂ. ഹല്ലേലൂയ. യേശുക്രിസ്തുവിൻ്റെ നസ്രത്ത് മാനിഫെസ്റ്റോ കഴിഞ്ഞാൽ ഏറ്റവും ഉജ്ജ്വലമായ യേശുവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഒന്നാണ്, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വരട്ടെ. ഓ സ്തോത്രം. അത് ഒരു സാധാരണ രീതിയിലുള്ളൊരു തേഴ്സ്റ്റിനെ അല്ല സൂചിപ്പിക്കുന്നത്. വലിയ എക്സ്പെക്ടേഷൻ ദൈവത്തിൽ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന, ദൈവത്തിൽ നിന്നുള്ളതായ വലിയ പ്രതീക്ഷ നിർഭരമായ ഭാവിയെ കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരുവനോടാണ് പറയുന്നത്, യു ക്യാൻ കം ആൻഡ് ഡ്രിങ്ക് ആസ് മച്ച് ആസ് യു വാണ്ട്. അത് സ്പിരിറ്റിനെ, ഹോളി സ്പിരിറ്റിൻ്റെ മറ്റൊരു തലമാണ് കാണിക്കുന്നതെങ്കിലും ഹല്ലേലൂയ ഹോളി സ്പിരിറ്റിൻ്റെ വർക്ക് എന്ന് പറയുന്നത് വിവേചിക്കാൻ കഴിയുന്നതിൽ അപ്പുറമായിട്ടുള്ളതാണ്. ഗ്ലോറി ബി ടു ഗോഡ്. സ്തോത്രം, സ്തോത്രം. ആസ് മച്ച് ആസ് യു വാണ്ട് യു ക്യാൻ ഡ്രിങ്ക്. ഹല്ലേലൂയ. അപ്പോൾ കർത്താവൊന്നും വാക്കുകളിൽ കുറച്ചിട്ടില്ല. നമ്മുടെ കർത്താവ് ഉപയോഗിച്ചിട്ടുള്ളത്, പ്രവാചകന്മാർ ഉപയോഗിച്ചിട്ടുള്ളത്, വിശേഷിച്ച് ദൈവപ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ ഏതെല്ലാം പറഞ്ഞിട്ടുണ്ടോ അവിടെ എല്ലാം സൂപ്പർലെറ്റീവ് ഡിഗ്രിയിലുള്ള പദങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് നമ്മൾ ഓൾ ബൈബിളിൽ അങ്ങനെയാണ്. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? നമ്മുടെ ദൈവത്തിന് ഒരു കാര്യവും ചെറിയ കാര്യമില്ല. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന് ഒരു കാര്യങ്ങളും ഞെരുക്കത്തിൻ്റെതായ കാര്യങ്ങളില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഒരടയുള്ളത് കഴിച്ചിട്ട് മരിക്കാനിരിക്കുന്നവൾ അനുസരിക്കാൻ തയ്യാറായപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയെ ഓൾ ഫേമിൻ സീസണിൽ ഫീഡ് ചെയ്യുന്നവളായി മാറി. ഇത് പകൽക്കാലം ഈ ആലോചനയിൽ ദൈവത്തെ സ്തുതിക്കാൻ എത്ര പേർക്ക് കഴിയും?
ഹല്ലേലൂയ. ദൂതുകൾ ക്ലിക്കാവണം. ഹല്ലേലൂയ. ശക്തമായ ആലോചനകളാണ് ദൈവാത്മാവ് നൽകുന്നത്. ഹല്ലേലൂയ. ഒരട ഉണ്ടാക്കി മോനും അവൾക്കൂടെ ഉപജീവനം കഴിക്കാൻ അല്ല, അത് കഴിച്ചിട്ട് മരിക്കാൻ. അടുത്ത ഒരു സ്റ്റെപ്പ്, ഒരു ടൈമിലേക്ക് കഴിക്കാനില്ല. ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്. ഹല്ലേലൂയ. അങ്ങനെയുള്ളവൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവാചകൻ പറഞ്ഞതുപോലെ ആ അടമുറിച്ച് അനുസരിച്ചു എന്നുള്ള പദം ഞാൻ ഉപയോഗിക്കട്ടെ. അനുസരിച്ചപ്പോൾ ഓൾ ഫേമിൻ സീസണില് സാരപാത്തിലുള്ള ജനത്തെ മുഴുവൻ ഒരു കൂട്ടം ജനത്തെ ഫീഡ് ചെയ്യുവാൻ ദൈവം അവളെ ബലപ്പെടുത്തി. അവർ ഗോഡ് ഈസ് എ ഗ്രേറ്റ് ഗോഡ്. അവർ ഗോഡ് ഈസ് എ മൈറ്റി ഗോഡ്. ഇത് പകൽക്കാലം ദൈവത്തെ സ്തുതിച്ചാട്ടെ. അവൻ പ്രത്യേക വല്ലഭത്വത്തോടുകൂടെ നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. പ്രത്യേക വല്ലഭത്വത്തോടുകൂടെ അവൻ നമ്മുടെ ഇടയിൽ ഇറങ്ങി ഉലാവാൻ തുടങ്ങിയിട്ടുണ്ട്. നിന്റെ മനസ്സ് പിടഞ്ഞു വികസിക്കട്ടെ. ദൈവത്തിന്റെ മുൻപില്, ഇടപെടുന്ന ദൈവത്തിന്റെ മുൻപില് നിന്റെ ഹൃദയം പിടഞ്ഞു വികസിക്കട്ടെ. അവർ ഗോഡ് ഈസ് എ മൈറ്റി ഗോഡ്. അവർ ഗോഡ് ഈസ് എ മൈറ്റി ഗോഡ്. ഹോറിബൽ ശമർഖസ്യ ഓർശമൻ ദിയാര ബക്ഷമനഹസ്യാല ബറന്ധുനസ്യാല ഓറിബൽ പ്രൗഢവൽഖനാം ദിയാരഭക്ഷമനഹസ്യ ആർദല വൈഡമനഹസ്യ. ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചാട്ട്. ഓറിബലഭക്ഷാന്തൽ ഘടകസ്യ അർത്ഥാപ ഉടാരഭക്ഷമനഹസ്യാല ഓ റംഷ്യാന സംധാന സൈതകരഹസ്യാല ഓ റേഖൽ വൈഡാ റബത്തുല ശമനഹസ്യ ഓ റീബൽ പ്രവാൽഖനാദിയ റബൽഖനഹസ്യ. അവർ ഗോഡ് ഈസ് എ ഗ്രേറ്റ് ഗോഡ്. അവർ ഗോഡ് ഈസ് എ ഗ്രേറ്റ് ഗോഡ്. ഓ ഖബറബല ബഖബറ ശനാസറദരാദല ഓ ശ്യാംധാരബല ബശാംദല ഘടല വക്ഷസ്യ. ഗ്ലോറി ബി ടു ഗോഡ്. ഹല്ലേലൂയ. Hallelujah. Hallelujah. Glory be to God. അബ്രഹാമിന് വളരാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. ദൈവത്തോടുള്ള സ്നേഹം എന്ന് പറയുമ്പോൾ എക്സെപ്ഷണലായിട്ടുള്ള ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നറിയാമോ? ദൈവത്തിലുള്ളതെല്ലാം കാണാൻ തുടങ്ങും. ദൈവത്തിൽ എന്തെല്ലാം ഉണ്ടെന്ന് കാണാൻ തുടങ്ങി. നമ്മളങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്നൊരു ജനറേഷനാണിത്. ഞങ്ങളുടെ ജനറേഷൻ, എൻ്റെ ജോണി ബ്രദറിൻ്റെയൊക്കെ അല്ലെ പ്രിയ അച്ഛൻ്റെയൊക്കെ ജനറേഷനേക്കാൾ കൂടുതൽ ഒരു കാര്യം കിട്ടിയാൽ കൂടുതൽ എക്സ്പ്ലോറേഷൻ നടന്നൊരു കമ്മ്യൂണിറ്റി. അത് അത്രമാത്രം ജിജ്ഞാസയുള്ളൊരു കമ്മ്യൂണിറ്റി, ഒരു ജനറേഷനാണെന്നാണ് ഞാൻ പറഞ്ഞത്. അന്നും അതുപോലാണ് ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവത്തെ നോക്കുന്ന ബുദ്ധിയുള്ള ആളുകൾ. ആ രീതിയിൽ തന്നെ നിങ്ങൾ ഗ്രഹിക്കണം. നിങ്ങൾ അതിനോട് റെസ്പോണ്ട് ചെയ്യണം. ദൈവാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. ചില കാര്യമായ മാറ്റങ്ങൾ വരുത്തും നിങ്ങളുടെ ജീവിതത്തിൽ. കാര്യമായ ചില വെളിപ്പാടുകൾ ദൈവം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്ത് വരെ തരാത്തതവൻ തരും. ഹല്ലേലൂയ. അതിലൂടെ മാത്രമേ നിങ്ങൾക്കൊരു വളർച്ച മുമ്പോട്ടുള്ളൂ. അതിലൂടെ മാത്രമേ നിങ്ങൾക്ക് ഉന്നതമായ ഭാവിയുള്ളൂ. അതുകൊണ്ട് ഇത് വെളിപ്പെടുത്തേണ്ടത് ദൈവത്തിൻ്റെ ആവശ്യമാണ്. അത് പ്രാപിക്കേണ്ടത് ദൈവപൈതലേ നിൻ്റെയും ആവശ്യമാണ്. അതുകൊണ്ട് ഗൗരവത്തോടു കൂടെ തന്നെ കാണട്ടെ. ഹല്ലേലൂയ. അപ്പോൾ അബ്രഹാമിനെ സംബന്ധിച്ച് ലോജിസ്റ്റിക്കലി നമ്മൾ ചിന്തിച്ചാൽ അബ്രഹാമിന് വേറൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ലാത്ത ഒരാളാണ്. ഇത്രയൊക്കെ ദൈവം വലിയതായിട്ട് നടത്തി. ഇതിൽ കൂടുതൽ ദൈവത്തിന് ഇനി മാനിക്കാൻ എന്താണെന്ന് ചിന്തിച്ചാൽ മതി. ഇതിനപ്പുറത്തത് കാണാൻ കഴിയണം. ഇതാണ് നിത്യതയുടെ കാഴ്ചപ്പാടും അതുപോലെയാണ്. ഹല്ലേലൂയ. നിത്യതയുടെ കാഴ്ചപ്പാട് കൃത്യമായി ഒരാൾക്ക് ഗ്രഹിക്കണമെങ്കിൽ ഈ ദൈവത്തിലുള്ള ഈ ഒരു കാഴ്ചപ്പാട് പ്രാപിക്കാത്ത ഒരാൾക്ക് കഴിയത്തില്ല. അല്ലെ, നിങ്ങളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ മതി. നിത്യതയുടെ കാഴ്ചപ്പാട് എത്ര ആഴത്തിലാണ് നമ്മളിലുള്ളതെന്ന്. ഹല്ലേലൂയ. നിത്യതയിൽ വാഴുന്ന ധനാഢ്യനും ധന്യനുമായ ദൈവത്തിൻ്റെ കരത്തിൻ്റെ വിരുദും ശക്തിയും മഹത്വവും അറിയാൻ, ഹല്ലേലൂയ, സ്തോത്രം, നമുക്ക് കഴിയണമെങ്കിൽ ഈ ദൈവത്തെ ഇതുപോലെ നാം വിശ്വസിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ കഴിയുള്ളൂ. അബ്രഹാം എന്ന് പറഞ്ഞാൽ, ഇച്ചിരി കൂടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഒരു എക്സ്ട്രാ മൈൽ ചിന്തിക്കുന്ന ആൾ. പറഞ്ഞിരിക്കുന്നത് അത്രയും മതി എന്ന് ചിന്തിക്കുന്നതല്ല, എക്സ്ട്രാ മൈൽ മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന അബ്രഹാം. ഞാൻ അവിടെ അബ്രഹാമിൻ്റെ ആ വിശേഷണം, ആ രീതിയിലുള്ള ആർട്ടിക്കുലേഷൻ അവിടെ വിടാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അബ്രഹാം അങ്ങനെയുള്ള ഒരാളായിരുന്നു. അത് കഴിഞ്ഞ് അബ്രഹാമിനോട് ആ 12 പറയുന്ന വാഗ്ദത്തം എന്ന് പറയുന്നത് വളരെ ശക്തമായ വാഗ്ദത്തമാണ്. ഈ വാഗ്ദത്തങ്ങളൊക്കെ പറയുമ്പോൾ നമ്മോട് ദൈവം ചെയ്തിട്ടുള്ളതൊക്കെ നമ്മൾ ഓർത്തോണം.
ഒരു നിമിഷം കൊണ്ടത് അവസാനിപ്പിച്ച് കളയരുത്. അബ്രഹാമിനോട് പറഞ്ഞു, നീ ഇങ്ങനെ ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ ദൈവം പറയുന്നത് ഐ വിൽ ബി വിത്ത് യു എന്ന്. ഈ അത്രമാത്രം നമ്മൾ പ്രതീക്ഷിക്കുന്നു അത്ര അളവിൽ ആ ദൂതുകൾ കിട്ടുന്നത് കേട്ടോ. ഇല്ലെങ്കിൽ അടുത്ത ആഴ്ച നിനക്കൊരു സെക്കൻഡ് ഹാൻഡ് കാർ ഞാൻ തരാം എന്നുള്ള ദൂത് കേൾക്കാം. ഇല്ലെങ്കിൽ ഈ സെക്കൻഡ് ഹാൻഡും കാണത്തില്ല. ചില വർഷങ്ങൾ ചിലപ്പോൾ അല്പം ഫാമിൻ ടൈം കാണും. പക്ഷേ അതിനപ്പുറത്ത് ചിലപ്പോൾ ഹല്ലേലൂയ ഫോർഡിൻ്റെയും മെഴ്സിഡസിൻ്റെയൊക്കെ ഉടമകളായവരെ പോലെ അവർക്കെല്ലാം സാക്ഷ്യമുള്ളവരാണ്. ഹല്ലേലൂയ ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനിയുടെയും KFC-കാരൻ്റെയും എല്ലാം ചരിത്രമെടുത്താൽ ദൈവം ഇറങ്ങി പ്രവർത്തിച്ച ചരിത്രമുണ്ട്. ഒരു ഫാമിൻ കാലഘട്ടം അവർക്കുണ്ടായിരുന്നു. എന്നാൽ ദൈവത്തെ എക്സ്ട്രാ മൈലിൽ ഹല്ലേലൂയ അവർ ജീവിതത്തിൽ കൈക്കൊണ്ടവരാണ്. സ്തോത്രം. അപ്പോൾ ദൂത് അബ്രഹാമിനോട് പറഞ്ഞ ദൂതും അവൻ അപ്രോച്ച് ചെയ്ത വേയിലാണ്. അബ്രഹാമിനോട് പറഞ്ഞത് കൂടെ ഇരിക്കാമെന്നല്ല, കൂടെ ഉണ്ട്. അത് നാച്ചുറലി ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അതിനകത്ത് ദൈവം കൂടെ ഉണ്ട്. പക്ഷേ ദൈവം അവനോട് പറഞ്ഞു, ഐ വിൽ മേക്ക് യു എ ഗ്രേറ്റ് നേഷൻ. ഒരു ദേശത്ത് അറിയപ്പെട്ടവനായി, കാൽഡിയൻസിൻ്റെ ഇടയിൽ അറിയപ്പെട്ടവനായി നീ നിൽക്കുന്നെങ്കിൽ, റബൽ ഖമനഗസിയ, നീ എൻ്റെ വാക്ക് കേട്ടുകൊണ്ട് വലയിറക്കാൻ ഇറങ്ങിത്തിരിച്ചെങ്കിൽ, ഓ സ്തോത്രം 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 സ്തോത്രം, ഹല്ലേലൂയ, ഞാൻ നിന്നെ ഒരു വിശേഷ ജാതിയാക്കും. അതിൻ്റെ സ്പിരിച്വൽ ഫാദറായി ഞാൻ നിന്നെ കൊണ്ടുവരും. ഹല്ലേലൂയ, സ്തോത്രം. എത്ര പേർക്ക് ഈ ആലോചന മനസ്സിലാകുന്നുണ്ട്? വില കൊടുക്കുന്നവനെ കുറയ്ക്കുന്നവനല്ല. ഇന്ന് പകൽക്കാലം ചിലപ്പോൾ ദുഃഖത്തിൻ്റെ കണക്ക് സഹോദര സഹോദരി നിനക്ക് പറയാനുണ്ടാകും. പക്ഷെ നീ വെയിറ്റ് ചെയ്യുക. ഹല്ലേലൂയ, അവൻ തക്ക സമയത്ത് നിന്നെ അവൻ ഉയർത്തിയിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. പല സ്ഥലത്ത് നിനക്ക് അപ്രീഷിയേഷൻ കിട്ടിക്കാണത്തില്ല. നീ ചെയ്തതിനും സഹായിച്ചതിനും കൈ കൊടുത്തതിനും അനുസരിച്ചുള്ള പുകഴ്ച വാക്കുകളൊന്നും നിനക്ക് കിട്ടിക്കാണത്തില്ല. ആളുകൾ മനഃപൂർവ്വം അത് ലിമിറ്റ് ചെയ്ത് കാണും. പക്ഷേ ആളുകൾ ലിമിറ്റ് ചെയ്യും. ആ ആളുകൾ വാക്കുകളെ പരിമിതപ്പെടുത്തും, ഇഷ്ടമുള്ള രീതിയിൽ ട്വിസ്റ്റ് ചെയ്യും. എന്നാൽ ഓർത്തോണം ദൈവ പൈതലെ, ട്വിസ്റ്റ് ചെയ്യപ്പെടാതെ നിനക്ക് വേണ്ടി തക്ക സമയത്ത് അവൻ പ്രവർത്തിക്കും. എവറി മിസ്സിംഗ് അപ്രീഷിയേഷൻ വിൽ ടേക്ക് യു ടു അച്ചീവ് യുവർ ഗോൾ. ദൈവവചന പ്രകാരം അത് നിന്നെ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം 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 സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ വചനം ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു പദം ഇതുമായിട്ട് റിലേറ്റഡ് അല്ലെങ്കിലും ഇപ്പോൾ പറഞ്ഞ ദൂതുമായിട്ട് അല്പം കണക്ഷൻ തോന്നുന്നു. അതിനകത്ത് പറഞ്ഞു, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ എല്ലാ ദാനങ്ങളും കൃപയായിട്ടാണ് ലഭിക്കുന്നത്. എന്നാൽ പ്രവർത്തിക്കുന്നവനോ അത് കടമായിട്ടാണ് ഇരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിൻ്റെ ഹല്ലേലൂയ അൺമെറിറ്റഡ് അൺകണ്ടീഷണലായിട്ടുള്ള ഗ്രേസ് ദൈവം ജനത്തിൻ്റെ മേൽ പകരും. എന്നാൽ പ്രവർത്തിക്കുന്നവന്, കർത്താവിൻ്റെ വാക്കിന് വലയിറക്കുന്നവന്, ഒരു കുഞ്ഞാം വിരളെങ്കിലും അതിനു വേണ്ടി അനക്കുന്നവൻ, ചലിപ്പിക്കുന്നവന്, ഹല്ലേലൂയ, അത് ഗ്രേസിൻ്റെ പാർട്ടല്ല, അത് കൃപയുടെ ഭാഗമല്ല, അതൊരു കടമായിട്ട് എന്ന് പറഞ്ഞാൽ അവനത് അർഹിക്കുന്നതാണ്. അതിന് കൂലി അവൻ കൊടുത്തിരിക്കും. അതിൻ്റെ കൂലി അവൻ കൊടുത്തിരിക്കും. അങ്ങനെ ദൈവജനത്തെ അവൻ മാനിക്കും. ഓ റബ ഖമാ റബക്ഷനസ്യാല. അതുകൊണ്ട് നിരാശപ്പെടണ്ട. അവൻ മറന്നു പോകുന്ന ദൈവമല്ല. അവനൊരിക്കലും മറക്കത്തില്ല. എൻ്റെ ഫാദറിന് 93 വയസ്സ് ഒക്ടോബറിൽ കഴിയും. 93 വയസ്സുകാരൻ്റെ വായിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയപ്പോൾ കേട്ടു. ഒരുപാട് വീട്ടിൽ മൂത്ത ആളായതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളിൽ ഒത്തിരി ഇൻവോൾവ് ആയിട്ടുണ്ട് സിബിലിങ്സിൻ്റെ പ്രോഗ്രഷന് വേണ്ടി. എന്നാൽ എൻ്റെ ഫാദർ പറഞ്ഞു, അതുകൊണ്ട് തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടൊരു കാലത്ത്. പക്ഷേ എല്ലാവരും വലിയ വലിയ രീതിയിലോട്ട് പോകുമ്പോൾ നാച്ചുറലി അവസാനം കുറഞ്ഞു പോകുന്നത് ആരാണ്? പക്ഷെങ്കിൽ ദൈവത്തിന് കണക്ക് തെറ്റത്തില്ലെന്നൊരു വാക്ക് പറഞ്ഞു. 100 വയസ്സുകാരൻ്റെ അനുഭവമാണ്. ഈ ഭൂമിയിലെ മാക്സിമം ആയുസിൻ്റെ പാരമേല്യത്തോന്ന് ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ കാര്യങ്ങളെല്ലാവരും മറന്നാലും, മാതാപിതാക്കൾ മറന്നാലും, അപ്പനമ്മമാർ മറന്നാലും, സഹോദരങ്ങൾ മറന്നാലും, കൂട്ടുവിശ്വാസികൾ മറന്നാലും,
ഉറ്റ സുഹൃത്ത് വലയങ്ങൾ മറന്നാലും അവൻ്റെ കണക്ക് ബുക്കിൽ കണക്കുണ്ട്. നീ ഒരു തുള്ളി തണ്ണീർ കൊടുത്തതും, അവൻ്റെ മുൻപിൽ അവന് വേണ്ടി നിന്നതും, ഹല്ലേലൂയ, നീ അവന് വേണ്ടി ത്യാഗം സഹിച്ചതും, അവന് വേണ്ടി പാടുകളേറ്റതും അവൻ്റെ കണക്ക് ബുക്കിലുണ്ട്. നിന്റെ ഞെരുക്കത്തിൻ്റെ അവസ്ഥയിൽ നീ ദൈവത്തിൻ്റെ വാക്കിന് അനുസരിച്ച് കരം നീട്ടിയത് അവൻ്റെ കണക്ക് ബുക്കിലുണ്ട്. ഹല്ലേലൂയ. വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. കാരണം ദൈവത്തിൻ്റെ ആത്മാവ് സമ്പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്തുകൊണ്ട് ഈ ശുശ്രൂഷ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇതോടെ കൊണ്ട് ഇത് തീർക്കരുത്. പ്രാർത്ഥിക്കണം. വീട്ടിൽ ചെന്ന് പ്രാർത്ഥിക്കണം. ഈ ആലോചനകൾ ഏൽക്കണം. നമ്മുടെ യൂട്യൂബിൽ ഈ മെസ്സേജുകളുണ്ട്. ഇത് കാണണം. ഇതുമായിട്ടിരുന്ന് അല്പനേരം ആരാധിക്കണം, സ്തുതിക്കണം. ഇതിലുള്ള ദൈവപ്രവർത്തികളെ നാം അറിയണം. അബ്രഹാമിൻ്റെ ആ വിഷയം ആ രീതിയിലുള്ളത് ഞാനിവിടെ വിടുകയാണ്. ഹല്ലേലൂയ. എന്നാൽ അബ്രഹാമിന് ഈ വാഗ്ദത്തം ദൈവം, ഇത്രയും ശക്തമായ വാഗ്ദത്തങ്ങൾ ദൈവം കൊടുത്തിട്ടുണ്ടെങ്കിലും ഫ്രം ദ വെരി നെക്സ്റ്റ് മൊമെൻറ്റ് അബ്രഹാമിനെ സംബന്ധിച്ച് അബ്രഹാം അതുപോലെ ഉൾക്കൊണ്ടത്, അതാ നമുക്ക് വേണ്ടത്. അതുപോലെ കൃത്യതയോടുകൂടെ ദൈവവചനത്തെ നെഞ്ചിലേറ്റാൻ തുടങ്ങിയാൽ അത് ഭയങ്കര അനുഗ്രഹമാണ്. രണ്ടാമത്തെ അബ്രഹാമിൻ്റെ കാര്യമെന്ന് പറയുന്നത് ഓൾ സിറ്റുവേഷൻ ചേഞ്ച് ആവാൻ തുടങ്ങി. അതാണ് നമ്മുടെ ഇന്നത്തെ പ്രസംഗ വിഷയത്തിലെ പ്രധാനപ്പെട്ട കാര്യം. അബ്രഹാമിന് ഇത്രയും വലിയ വാഗ്ദത്തങ്ങൾ ദൈവം നൽകിയിരിക്കുകയാണ്. എന്നാൽ ആ വാഗ്ദത്തങ്ങളുമായി അവൻ്റെ ജീവിത സാഹചര്യമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത സാഹചര്യത്തിലേക്ക് അവനെ കൊണ്ടുപോവുകയാണ്. വലിയൊരു ജാതിയാക്കും. ഐ വിൽ മേക്ക് യു എ ഗ്രേറ്റ് നേഷൻ, ഐ വിൽ മേക്ക് യുവർ നെയിം ഗ്രേറ്റ്. ഇതെല്ലാം ഉണ്ടെങ്കിലും എല്ലാം കളഞ്ഞ് ഈ വാക്കിനെ പിടിച്ചിറങ്ങിത്തിരിച്ചവൻ മരുഭൂമിയിലൂടെ ടെൻറ്റുകൾ, കൂടാരം മാറ്റി അടിച്ചവൻ യാത്ര ചെയ്യുകയാണ്. ആ യാത്രയുടെ ഇൻ ബിറ്റ്വീനുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയുവാനായിട്ടുണ്ട്. പക്ഷേ ഇവൻ യാത്ര ചെയ്യുന്ന ഓരോ മൂമെൻറ്റിലും, ഓരോ ദിവസവും, രാവും പകലും, ഹല്ലേലൂയ, അവൻ്റെ വാഗ്ദത്തം നിറവേറുന്നതുമായി ഒരു ബന്ധവുമില്ലാത്ത ഡെഡ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സാഹചര്യത്തിലൂടെ അവൻ പോകുകയാണ്. ഹല്ലേലൂയ. ഒരു വലിയ ജാതിയാക്കണമെങ്കിൽ അവനിൽ നിന്ന് ഉത്ഭവിക്കുന്ന തലമുറകൾ ഉണ്ടാകണം. എന്നാൽ തലമുറകളെ ഹല്ലേലൂയ നൽകാതിരിക്കുന്ന, സ്തോത്രം, അതിൻ്റെ വാതിലുകളെ അടച്ചു കളയുകയാണ് പിശാച്. ആ രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുകയാണ്. ഗ്ലോറി ബി ടു ഗോഡ്. അപ്പോൾ നാം പാർക്കുന്ന ഈ മണ്ണിൽ ദൈവവാഗ്ദത്തം പുറത്തോട്ട് വരുന്ന നിമിഷം അതിനെ എത്തിപ്പിടിച്ചുകൊണ്ട് വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് ഓരോ സ്റ്റെപ്പിലും അത് നിറവേറാതിരിക്കുവാൻ, ആ പദ്ധതിയിൽ നിന്ന് തകിടം മറിക്കുവാൻ ബദ്ധശ്രദ്ധനായിരിക്കുന്ന പിശാചിൻ്റെ മണ്ണിലാണ് കർത്താവ് തന്നെ പറഞ്ഞു ഈ ലോകം പറഞ്ഞാട്ടെ. അപ്പോൾ ഇവിടുത്തെ മേജർ ഓപ്പറേഷൻസ് അല്ല, ഇതിൻ്റെ ഇടയ്ക്കൂടാണ് നമ്മൾ നമ്മുടെ കാര്യം നേടിയെടുക്കുന്നത്. അപ്പോൾ അവൻ്റെ സാഹചര്യങ്ങളെല്ലാം ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ പണിയും എന്ന് വാക്ക് തന്നാൽ, നമ്മുടെ ജീവിതത്തിൻ്റെ വഴികളെ അവൻ തുറക്കുമെന്ന് വാക്ക് തന്നാൽ, സാഹചര്യങ്ങൾക്ക് മാറ്റം വരുത്തുമെന്ന് വാക്ക് തന്നാൽ, നിന്നെ ശ്രേഷ്ഠനായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാക്കി പണിത് കയറ്റുമെന്ന് ദൈവം വാക്ക് തന്നാൽ, അതിന് നേരെ എതിരായ സാഹചര്യങ്ങൾ നിൻ്റെ മുൻപിൽ അവൻ കൊണ്ടുവന്ന് വയ്ക്കും. രക്തത്താൽ ജയം. ആ സാഹചര്യങ്ങളെ കണ്ടുകൊണ്ട് ദൈവജനം പതറുകയല്ല വേണ്ടത്. ആ സാഹചര്യം കാണുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, എൻ്റെ ദൈവം നിശ്ചയമായും ഇത് ചെയ്യും. എൻ്റെ ദൈവം ഇത് ചെയ്യാൻ മതിയായവനാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പിശാച് ഇത്ര ആക്റ്റീവായി നിൽക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് മുൻപിൽ നെഗറ്റീവായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത്. ഹല്ലേലൂയ, സ്തോത്രം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവജനം ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ ഫ്രസ്ട്രേഷൻ ആവശ്യമില്ല, അവിടെ പരാജയ ഭീതി ആവശ്യമില്ല, അവിടെ ഡിസ്കറേജ്മെന്റ് ആവശ്യമില്ല, അവിടെ ഡിസപ്പോയിന്റ്മെന്റിന് സ്ഥാനമില്ല. ഹല്ലേലൂയ, അവിടെ ഡിസ്ട്രസ് ആവേണ്ട കാര്യമില്ല. വിനയോ ദൈവജനം ഉണർന്ന് ദൈവത്തെ സ്തുതിക്കണം. അതാണ് നമ്മൾ ഇന്ന് വചനത്തിൽ വായിച്ചത്. വിശ്വാസത്തിൽ ഉറച്ചുകൊണ്ട് എന്ത് ചെയ്തു?
വാക്ക് പറഞ്ഞവൻ അത് നിവർത്തിപ്പാൻ ശക്തനാണെന്ന് എന്ത് ചെയ്തു? ഉറച്ചു. ഹല്ലേലൂയ. വാക്ക് തന്നവൻ നിവർത്തിപ്പാൻ ശക്തനാണെന്ന് അങ്ങ് ഉറച്ചു. എത്ര പേർക്ക് അതിൻ്റെ മേലിൽ ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. നിങ്ങൾ എല്ലാവരും ആ ഗണത്തിൽപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ദൈവാത്മാവി ആലോചനകൾ തരുമ്പോൾ എൻ്റെ പൂർണ്ണ ആഗ്രഹം അതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഗൗരവത്തോടു കൂടി വാക്കുകളെ എടുക്കുക. ഹല്ലേലൂയ. എല്ലാവരും അങ്ങനെ ആകണമെന്നില്ല. അതിൻ്റെ അർത്ഥം ആകണമെന്നില്ല. ആകണമെങ്കിൽ ഏറ്റെടുത്ത് വില കൊടുത്ത് ജീവിതം ചിട്ടപ്പെടുത്തണം. ഹല്ലേലൂയ. സ്തോത്രം. യു ആർ ആൻ എക്സെപ്ഷണൽ പേഴ്സൺ. നിങ്ങൾ വിശേഷതയുള്ള വ്യക്തിയാണ്. ദൈവം പറയുന്നു നിങ്ങൾ വിശേഷതയുള്ള വ്യക്തിയാണെന്ന്. പിശാചൊരിക്കൽ ഒരുപക്ഷെ പറയും നീ വിശേഷതയുള്ളതൊന്നുമല്ല, നിനക്ക് എന്ത് വിശേഷതയാണുള്ളത്? ഹല്ലേലൂയ. നിൻ്റെ കൂട്ടുകാരെല്ലാം എന്താണ് പറയുന്നത്, സമൂഹം എന്താണ് പറയുന്നത്, അങ്ങനൊന്നും ഇന്ന് ചിന്തിക്കേണ്ട. ദൈവം പറയുന്നു, യെശയ്യാ പ്രവചനത്തിലും അത് പറയുന്നുണ്ട്, ഞാൻ നിന്നെ വിലയേറിയ വ്യക്തിയായി കാണുന്നു. നമ്മളതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചിട്ടുള്ളതാണ്. വിലയേറിയ വ്യക്തിയായി കാണുന്നു. ഹല്ലേലൂയ. അപ്പം ആശയ്ക്ക് വിരോധമായിട്ട് ആശയോടെ വിശ്വസിക്കുകയാണെന്ന് പറഞ്ഞാൽ ആശിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കുമെന്ന് തോന്നലുളവാക്കുന്ന ഒരു കാര്യവും മുമ്പിലില്ല. അപ്പോൾ അതിന് എഗൻസ്റ്റായി വളരെ പ്രത്യാശയോടുകൂടെ ദൈവത്തെ വിശ്വസിക്കുന്ന ഒരനുഭവം. ഹല്ലേലൂയ. രക്തത്താൽ ജയം. ഇന്ന് പകൽക്കാലം ഒരു വാക്യം നമുക്ക് വായിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം. ആ വാക്യങ്ങൾ നമ്മൾ ചിന്തിച്ചിട്ടുള്ളതാണ്. എന്നാൽ അതിലോട്ട് ആ ഭാഗങ്ങളാണ് കോണ്ടക്സ്റ്റുവലായിട്ട് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പം സാറായോട് ദൈവം വാഗ്ദത്തം ആർക്കാണ് കിട്ടിയത്? സാറായിക്കാണ് കിട്ടിയത്, അല്ലേ? അല്ല, അബ്രഹാമിനാണ് കിട്ടിയത്. പക്ഷേ സാറായിലാണ് ആ വാഗ്ദത്തം നിറവേറുന്നത്. അപ്പം ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ എല്ലായ്പ്പോഴും കൂട്ടവകാശികളുണ്ട്. ഒരാൾ മാത്രമല്ല. ഒരു ദേശത്തെ അനുഗ്രഹിക്കുക എന്ന് പറയുമ്പോൾ എത്രയോ ആളുകളാണ് അതിൽ ഇൻവോൾവ് ആകുന്നത്. അപ്പോൾ ദൈവം ഈ ദേശത്ത്, ഈ സഭയെക്കുറിച്ച്, ഈ രാജ്യത്ത് അനേകരുടെ കണ്ണുനീരൊപ്പുന്ന ഒരു സമൂഹമാക്കി ഇതിനെ വളർത്തുമെന്നുള്ള വെളിപ്പാട് ദൈവം തന്നിരിക്കുമ്പോൾ വളരെ വിശ്വാസത്തോടുകൂടി ഉറപ്പോടെ എനിക്ക് പറയാൻ കഴിയും, ഇതിനകത്തൊരു ചെറുവിരളെങ്കിലും അനക്കി ഹല്ലേലൂയ ഈ വേലയ്ക്ക് കൈത്താങ്ങൽ കൊടുത്ത് ഇതിന് പ്രോത്സാഹനം നൽകി ഇതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ ഈ അനുഗ്രഹത്തിൻ്റെ കൂട്ടവകാശികളാണെന്നുള്ളത് മറന്നു പോകരുത്. അർബൽ ഘടകസ്യാന ഹസ്തനാദിയ രഗതന. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ അവകാശികളായി അവർ മാറിയിരിക്കും. കാരണം അവൻ വാക്ക് പറഞ്ഞാൽ അവൻ മാറുന്ന ദൈവമല്ല. അതിനെക്കുറിച്ച് ഒരു ചിന്തകൻ പറഞ്ഞിരിക്കുന്ന, ഗോഡ് ഫുൾഫിൽ ഹിസ് പ്രോമിസസ് വിത്ത് ഹിസ് അൺവേവറിങ് ഫെയ്ത്ത്ഫുൾനെസ്. ഫെയ്ത്ത്ഫുൾനെസ് എന്നുള്ളതല്ല, അൺവേവറിങ് ഫെയ്ത്ത്ഫുൾനെസ്. അതിനകത്തും ആ പദം ഒത്തിരി സൂപ്പർലെറ്റീവായിട്ടുള്ളതാണ്. ഹല്ലേലൂയ. അവൻ ആ ആറ്റിറ്റ്യൂഡാണ് ദൈവത്തിൻ്റെ ആറ്റിറ്റ്യൂഡ്. അതാണ് ദൈവത്തിൻ്റെ നേച്ചർ. അതാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. അപ്പോൾ വാഗ്ദത്തം ചെയ്തതിനെ നിവർത്തിപ്പാൻ ശക്തനെന്ന് ഹൃദയത്തിൽ ഉറച്ചു. രക്തത്താൽ ജയം. രക്തത്താൽ ജയം. കൂട്ടവകാശികൾ എന്നുള്ളത് മറന്നു പോകരുത്. ഒരു പ്രത്യേക ചിന്തയാണത്. നമ്മൾ ഒരു വീട്ടിൽ ഒരാളെ ദൈവം അനുഗ്രഹിക്കുമ്പം കൂട്ടത്തിലുള്ളവരെല്ലാവരും അതിൻ്റെ നന്മ അനുഭവിക്കുകയാണ്. അബ്രഹാമിനെ അനുഗ്രഹിച്ചപ്പോൾ സാറായിലൂടെ ആ പ്രവൃത്തി അങ്ങോട്ട് വെളിപ്പെട്ട് പിന്നീട് ആ പ്രവൃത്തി അങ്ങോട്ട് പോവുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ നമ്മുടെ ഈ കമ്മ്യൂണിറ്റി, ചർച്ച് ഈസ് ഓൾവേസ് കണക്റ്റഡ് വിത്ത് എ കമ്മ്യൂണിറ്റി. ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ഇസ് എ സൊസൈറ്റൽ ആംഗിളിൽ നമ്മളത് ചിന്തിക്കുമ്പോൾ ആ അനുഗ്രഹം പല നിലകളിൽ ദൈവം തൻ്റെ ജനത്തിൻ്റെ നടുവിൽ പകരും. ഈ ഒരു ഹോളിനകത്ത് ഈ പ്രതികൂല കാലാവസ്ഥയുടെ മധ്യത്തിൽ നമ്മെ കൊണ്ടിരുത്തി ഇളകാത്ത മാറാത്ത ശക്തമായ വചനം കേൾപ്പിക്കണമെങ്കിൽ നമ്മുടെ ദൈവത്തിന് തെറ്റുപറ്റിയിട്ടില്ല. വേണമെങ്കിൽ ഇന്നൊരു ഡ്യൂട്ടിയിൽ കൊണ്ടിട്ട് കുടുക്കി നിന്നെ ഈ ദൂത് കേൾപ്പിക്കാതിരിക്കാമായിരുന്നു.
ഒരു പനി വരുത്തി വീട്ടിൽ കട്ടിലിൽ കിടത്തിയിട്ട് ഈ ആലോചന കേൾപ്പിക്കാതിരിക്കാമായിരുന്നു. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന് അബദ്ധം പറ്റുന്ന ദൈവമല്ല, അവൻ അബദ്ധം ചെയ്യുന്ന ദൈവമല്ല, അവന് തെറ്റ് പറ്റുന്നില്ല. ഇന്ന് പകൽ നിന്നെ ഈ ദൂത് കേൾപ്പിക്കുന്നെങ്കിൽ നിന്നെ വളർത്താൻ തന്നെയാണ്, നിന്നെ മാനിക്കാൻ തന്നെയാണ്, നിന്റെ പേർ വലുതാക്കാൻ തന്നെയാണ്. ഹല്ലേലൂയ. കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. 2 Corinthians chapter 1 verse 20. വേഗത്തിൽ ഞാൻ നോക്കണം. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവയിൽ ഉവ്വ് എന്നത്രേ. For many are as the promises of God, in him they are yes. ഉവ്വെന്ന് മാത്രമാണ്. അപ്പം നമ്മളൊന്ന് മനസ്സിലാക്കണേ, ശ്രദ്ധയോടത് ഹൃദയത്തിലൊന്ന് ഏറ്റോണേ. ഹല്ലേലൂയ, സ്തോത്രം. അവൻ്റെ വാഗ്ദത്തങ്ങൾ ദൈവ പൈതലേ എത്ര നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെ എല്ലാം പിന്നിൽ അവൻ ഒന്നേ പറയാനുള്ളൂ. ഹല്ലേലൂയ, യെസ്. ഹല്ലേലൂയ, യെസ് എന്ന് മാത്രമേ ഉള്ളൂ. ഇൻ ഹിം ദേ ആർ യെസ്. ഹല്ലേലൂയ. ആമേൻ പറഞ്ഞത് ഏറ്റെടുത്താട്ട്. ഹല്ലേലൂയ. ദൈവം അതാണ് അതിൽ പറയുന്നത്. പൗലോസ് വെളിപ്പാടിലൂടെയാണ് ഈ കാര്യം പഠിപ്പിക്കുന്നത്. വാക്ക് പറഞ്ഞാൽ മാറ്റി പറയുന്നവനല്ല നമ്മുടെ കർത്താവ്. ദൈവം അത് മറക്കാതെ ചെയ്യുന്ന കർത്താവാണ്. യെശയ്യാ പ്രവചനത്തിൽ പറയുന്നുണ്ട്, ഞാൻ മക്കളില്ലാത്തവളെ ഏകാകിനിയെ കുടുംബത്തിൽ പാർപ്പിക്കുമെന്ന്. അർബൽ ശമനഹസ്യാന. ഹല്ലേലൂയ. തലമുറകളില്ലാതെ, ഹല്ലേലൂയ, തലമുറകളുടെ വാതിലുകളെ ദൈവം അടയ്ക്കുന്ന പ്രവർത്തികൾ ശത്രു ഉയർത്തിക്കൊണ്ടു വന്നാൽ ആ വാതിലുകളെ ചവിട്ടി പൊളിച്ച് ആർഖുൽ മറൂഷ് വേൻ ഖറോസിയ ലബത്തുനാസിയാംദര ആർത്തൽ പ്രൗഢ രബത്തുൻ ഖനേദിയ അതിനെ ചവിട്ടി പൊളിച്ച് വാതിലുകൾ വെട്ടി തുറന്ന് തൻ്റെ ജനത്തെ സന്തോഷിപ്പിച്ച് ഹല്ലേലൂയ അവളുടെ മുഖത്തെ സന്തോഷിപ്പിക്കുന്നവനാണ് ഈ ദൈവം. ഹല്ലേലൂയ, സ്തോത്രം. ദൈവാത്മാവ് പ്രവചന പുസ്തകത്തിലേക്ക് വേഗത്തിൽ വെളിപ്പാടിനെ മാറ്റി കൊണ്ടുവന്നെങ്കിൽ ഏറ്റെടുത്തോണം. ഹല്ലേലൂയ. അവൻ്റെ വാഗ്ദത്തങ്ങളെല്ലാം ഊവ് എന്ന് മാത്രമാണുള്ളത്. ശത്രു നേരെ ഓപ്പോസിറ്റിൽ നിന്ന് എന്ത് പറയുകയാണ്? നോ. പക്ഷേ വി വിൽ ഓവർകം. നമ്മളതിനെ ജയിക്കും, നമ്മളതിനെ മറികടക്കും. ഹല്ലേലൂയ. എങ്ങനെ മറികടക്കും? വിശ്വാസത്താൽ. വിശ്വാസത്താൽ. ഹല്ലേലൂയ. വാക്ക് പറഞ്ഞവൻ പ്രവർത്തിപ്പാൻ ശക്തനെന്ന് അബ്രഹാമിനെയും സാറയെയും പോലും ഉറച്ച് വിശ്വസിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. ദരിദ്രനെ കുപ്പയിൽ നിന്നെടുത്തുയർത്തുമെന്ന് വാക്യമുണ്ട്. ഏകാകിനിയെ അവൻ കുടുംബത്തിൽ പാർപ്പിക്കുമെന്നുള്ള വാക്യം പോലെ ഒരു വാക്യമാണ്. കുപ്പയിൽ നിന്നും. വാസ്തവത്തിൽ ഒരു 35 വർഷം മുമ്പ് എന്നോടൊരു ആലോചന, പ്രവചനമൊന്നും ഒത്തിരി കേട്ടിട്ടില്ലാത്ത കാലമാണ്. ഒരു അവധിക്ക് ചെന്ന സമയത്ത് എൻ്റെ കസിൻ്റെ ഭവനത്തിൽ ചെന്നപ്പോൾ അവിടെ ഒരു പ്രാർത്ഥന നടക്കുമ്പോൾ എന്നോട് പറഞ്ഞൊരു ദൂത്, പല ദൂതുകളിൽ ഒന്നായിരുന്നു. അന്ന് പറഞ്ഞ ഒരു ദൂതായിരുന്നു, 35 വർഷം അതിനെടുത്തു, ആ ദൈവത്തിൻ്റെ കാലപരിധികൾ. എന്നാൽ മഞ്ഞ് പെയ്യുന്ന ഒരു രാജ്യത്ത് ആരും പാർക്കാത്തൊരു ഭവനം ഞാൻ നിനക്ക് വേണ്ടി മാറ്റിയിടും. ആ പദം ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ നിനക്ക് വേണ്ടി മാറ്റിവെക്കും. ഞാനതിനെ വിശ്വാസത്തിൽ ഉറപ്പിക്കാൻ, ഇതെൻ്റെ ടോപ്പിക്കല്ല, പക്ഷേ ദൈവാത്മാവ് ഇപ്പം എന്നെ കണക്ട് ചെയ്ത് കൊണ്ടുവന്നതാണ്. പക്ഷേ ദൈവം അത് ചെയ്തു. ഓരോ ദിവസവും അതിൻ്റെ പണി പോയി നോക്കി വാലുവേറ്റ് ചെയ്ത് സംസാരിച്ച് ഡിസ്കസ് ചെയ്ത് വന്ന് എടുക്കാൻ ഒരു കാശും കയ്യിലില്ലാത്ത എന്നെ, എല്ലാം കളഞ്ഞ് കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങിയ എന്നെ അതിനകത്ത് പാർക്കാൻ ദൈവം അനുവദിക്കുന്നു. God is a faithful God. He is able to fulfill. He is willing to fulfill with his unwavering faithfulness. Hallelujah. ദൈവത്തെ സ്തുതിക്കുക. അന്ന് പറഞ്ഞൊരു വാക്യമാണ്, ഞാൻ ദരിദ്രനെ, പ്രിയമുള്ളവരെ, കുപ്പ എന്ന് പറയുന്ന മലയാളം വാക്കിൻ്റെ ഇന്ന് രാവിലെ ഞാൻ അതിച്ചിരി നേരം ചിന്തിച്ചു. എൻ്റെ കണ്ണുകൾ നിറഞ്ഞു.
ഒരു കുപ്പയാണെന്ന് വേണേൽ പറയാം. നമ്മൾ പറയുമ്പോൾ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പറയും. നമ്മുടെ ഒത്തിരി കാര്യങ്ങൾ വലിയ കാര്യമായിട്ട് നമുക്ക് പറയാൻ ഒത്തിരി കാണും. ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞേ. പക്ഷെങ്കിൽ നമ്മൾ അൾട്ടിമേറ്റ്ലി ചിന്തിച്ചാൽ നമ്മൾ ദൈവകൃപയിലല്ല നിൽക്കുന്നെങ്കിൽ നമ്മളൊരു വേസ്റ്റാണ്. ഓ ക്ഷമ രഹസ്യാന. നാം ദൈവികമായിട്ടല്ല നമ്മുടെ ജീവിതമെങ്കിൽ അതൊരു വേസ്റ്റാണ്. ഓ ഷബ ഖമ രഹസ്യ. അപ്പം ഞാൻ ചിന്തിച്ചു, ദൈവം എന്നെ റിയലി കുപ്പയിൽ നിന്ന്. ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനായിരിക്കുമ്പോഴാണ് എന്നോട് അത് ഊത് കേൾപ്പിച്ചത്. എൻ്റെ സമപ്രായക്കാർക്കൊരു ജോലി സർക്കാരിൽ കിട്ടാതിരിക്കുന്ന കാലത്ത് കിട്ടിയപ്പോഴാണ് ഹല്ലേലൂയ എന്നോട് അത് ഊത് കേൾപ്പിച്ചത്. ഇന്നതൊക്കെ ഓർത്തപ്പോഴാണ് എൻ്റെ കണ്ണ് നിറഞ്ഞു പോയത്. പക്ഷേ അൾട്ടിമേറ്റ്ലി എല്ലാം കൂടെ നോക്കിയാൽ ഒന്നുമില്ല. പക്ഷെ ദൈവം മാനിക്കുന്ന വിധങ്ങൾ എത്രയെത്ര വേദികൾ, ഏതെല്ലാം ടൈപ്പിലുള്ള വേദികൾ, ശുശ്രൂഷകൾ, ബന്ധങ്ങൾ. ദൈവ പൈതലെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളെ ദൈവം രാജ്യത്ത് കൊണ്ടുവന്നത് എങ്ങനെങ്കിലുമൊക്കെ ജീവിച്ച് മാസത്തിൻ്റെ 15 കടത്തിൻ്റെ കണക്കുകൾ പറഞ്ഞ് നിനക്ക് അർഹിക്കുന്നതൊക്കെ ഒരിക്കലും ലഭിക്കാതെ നിരാശപ്പെട്ടും നീറിയും ഭാരപ്പെട്ടും നിൻ്റെ ജീവിതം നയിക്കാനല്ല അവൻ നിന്നെ കൊണ്ടുവന്നത്. നിന്നെ ഈ രാജ്യത്തെ കൊണ്ടുവന്നതും നിന്നെ വിളിച്ചതും വേർതിരിച്ചതും ദൈവിക ഭക്തിയുടെ മുഖത്ത് നിന്നെ നിർത്തിയതും എന്തിനാണെന്ന് അറിയണ്ടേ? നിന്നെ മാനിക്കാനാണ്. ഹല്ലേലൂയ. പത്രോസിൻ്റെ വെളിപ്പാടിൽ പറയുന്നു, രാജകീയ പുരോഹിത വർഗമാണെങ്കിൽ അത് സ്പിരിച്വൽ കോണ്ടസ്റ്റിൽ തന്നെ വിവേചിക്കട്ടെ. നീ ഒരു രാജകുമാരിയാണ്, നീ ഒരു രാജകുമാരനാണ്. നീ പരിതാപത്തിൻ്റെ കണക്കുകളല്ല, സമൃദ്ധിയുടെ കണക്കുകൾ പറയുവാൻ, ഓ ദൈവം നടത്തിയ വഴികളെ പറയുവാൻ. ഹല്ലേലൂയ. ശത്രു തടഞ്ഞു വെച്ചതിനെ ജീവിതത്തിൽ നൽകി തന്ന ദൈവത്തെ ഉയർത്തിക്കൊണ്ട് ജീവിപ്പാൻ. ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? നിങ്ങളുടെ പഠിത്തത്തെക്കാൾ, ഹല്ലേലൂയ, നിങ്ങൾക്ക് ഏതെങ്കിലും പ്രത്യേക ഫീൽഡിലുള്ള മികവിനേക്കാൾ അതിനെ മെച്ചപ്പെട്ട രീതിയിൽ ഉപയോഗിച്ച് വലിയ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ ഈ കർത്താവിന് കഴിയും. ഈ രാജ്യത്ത് അങ്ങനെ ഒരു നിയമമില്ല, ഒരു നിയമം കൊണ്ടുവരും. ഈ രാജ്യത്ത് അങ്ങനെ ഒരു വഴി ഇല്ലെങ്കിൽ ഒരു വഴി ദൈവജനത്തിന് വേണ്ടി അവൻ തുറക്കും. അവർ God is able to change the hallelujah. Our God is a best lawmaker. Hallelujah. എത്ര പേര് ദൈവത്തെ സ്തുതിക്കും? ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങളിൽ ഈ സഭയിൽ ദൈവാത്മാവ് പ്രവചിച്ചിട്ടുള്ള ഏറിയ പ്രവചനങ്ങളും അക്ഷരാർത്ഥത്തിൽ ദൈവാത്മാവ് നിറവേറ്റിയിട്ടുണ്ട്. അർത്ഥൽ വൈഡബലഗസ്യാന, നിയമങ്ങളെ മാറ്റും. ഹല്ലേലൂയ. ദൈവത്തോട് പറ, എനിക്ക് വേണ്ടി ദൈവം നിയമങ്ങളെ മാറ്റും. ഹല്ലേലൂയ. അവൻ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞാൽ കുപ്പയിൽ നിന്നെടുത്ത് ഉയർത്തുമെന്ന് പറഞ്ഞതുപോലെ സൗഖ്യമാക്കും. ഇന്ന് പകൽക്കാല ശരീരത്തിൽ ബലഹീനതയോടെ രോഗത്താൽ ഭാരപ്പെട്ട് രോഗഭയത്തിൽ, ഹല്ലേലൂയ, ക്യാൻസറാണോ ട്യൂമറാണോ ഹല്ലേലൂയ മറ്റെന്തെങ്കിലും ആണോ എന്നൊക്കെ പലപ്പോഴും ആവലാതിപ്പെട്ട് ആ പദങ്ങൾ ദൈവാത്മാവ് കൊണ്ടുവന്നതാണ്. ഹല്ലേലൂയ. സ്തോത്രം പറയുക. ഈ ആലയത്തിനകത്ത് ഹല്ലേലൂയ സ്തോത്രം നിന്നെ സൗഖ്യമാക്കി വിടാൻ, നിന്നെ വിടുവിച്ച് വിടാൻ, നിന്നെ ബലപ്പെടുത്തി വിടാൻ കഴിയുന്ന സർവശക്തന്റെ മുൻപിലാണ് ദൈവപൈതലേ നീ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. ബലപ്പെടുക, ദൈവകൃപയിൽ ബലപ്പെടുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെ ഏറ്റെടുക്കണം. അങ്ങനെ ഏറ്റെടുത്ത് വാഗ്ദത്തം ചെയ്തവൻ പ്രവർത്തിപ്പാൻ ശക്തനെന്ന് എന്ത് ചെയ്തു? ഹൃദയത്തിൽ ഉറച്ചു. അപ്പം നടക്കാത്ത കാര്യങ്ങളാണ് പിന്നെ നടക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവം എപ്പോഴും സത്യം പറയുന്ന ദൈവമാണ്. പക്ഷെ പിശാചോ വ്യാജം പറയും. ഇന്ന് ഈ ആലോചനകൾ കേട്ട് പ്രാർത്ഥിച്ച് ധൈര്യപ്പെട്ട് ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ ഒറ്റ നിമിഷം കൊണ്ട് ഹല്ലേലൂയ പിശാച് ചെവിയിൽ പറയും, ഇതൊക്കെ വെറുതെ കേട്ടതാണ്. അതിനെ കിക്ക് ഔട്ട് ചെയ്തുകൊണ്ട് ദൈവത്തെ സ്തുതിപ്പാൻ എക്സ്ട്രാ ഓർഡിനറിയായ വിധത്തിൽ ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. നീ ഒരു എക്സെപ്ഷണൽ പേഴ്സണാലിറ്റി ആയതുകൊണ്ട് നീയും സ്തുതിക്കുന്നതും ദൈവത്തെ ആരാധിക്കുന്നതും ദേവാലയത്തിലെ കാര്യങ്ങൾ ഇടപെടുന്നതും ദൈവിക ശുശ്രൂഷയിൽ പങ്കുചേരുന്നതുമൊക്കെ ഒരു എക്സെപ്ഷണൽ വേയിലായിരിക്കണം. അതാണ് നിന്റെ വിശ്വാസത്തിൻ്റെ ഹല്ലേലൂയ പ്രാക്ടിക്കൽ വേയിൽ നീ അത് വെളിപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്. ഹല്ലേലൂയ. പിശാചിൻ്റെ പ്രവർത്തികളെ അഴിക്കാനാണ് കർത്താവ് നമ്മുടെ മധ്യത്തിൽ വന്നത്. ഹല്ലേലൂയ.
നാം ഓർക്കേണ്ടതായ പല കാര്യങ്ങളുണ്ട്. പെട്ടെന്ന് വാഗ്ദത്തത്തെക്കുറിച്ചുള്ള ഒരു കാര്യം വേഗത്തിൽ പറയാം. ചില കാര്യങ്ങൾ ഞാൻ കട്ട് ചെയ്തു പോവുകയാണ്. ചിന്തയിൽ കൊണ്ടുവരാനുള്ളത് വിട്ടിട്ട് അവോയ്ഡ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുന്നു. 2 Corinthians chapter 1 verse 10. പൗലോസ് കൊരിന്ത്യ സഭയിൽ പറയുകയാണ്, ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിക്കുകയും ചെയ്യും, അവൻ മേലാലും വിടുവിക്കും എന്ന് ഞങ്ങൾ അവനിൽ ആശ വച്ചിരിക്കുന്നു. ഹു ഡെലിവേർഡ് us from so great a peril of death and will deliver us. He on whom we have set our hope and he will yet deliver us. ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിച്ചു, രക്തത്താൽ ജയം. ഹല്ലേലൂയ. പൗലോസ് പറയുകയാണ്, ഭയങ്കര വെല്ലുവിളികളായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ. കടിച്ചു കീറുന്ന ചെന്നായ്ക്കളെ പോലെ എവിടെയെങ്കിലും കണ്ടാൽ ഓടിച്ചിട്ട് പേപ്പട്ടികളെ തല്ലിക്കൊല്ലുന്നത് പോലെ കൊല്ലുവാൻ, ഇല്ലാതാക്കുവാൻ, ഉന്മൂലനം ചെയ്യുവാൻ വെല്ലുവിളികൾ ഉണ്ടായിരുന്നു പൗലോസിൻ്റെ ശുശ്രൂഷയിൽ. പക്ഷെങ്കിൽ ഹല്ലേലൂയ, ദൈവം ഞങ്ങളെ വിടുവിച്ചു. എന്നിട്ട് അടുത്തത് എന്താണ്? അവൻ മേലാലും വിടുവിക്കുമെന്ന് ഞങ്ങൾ അവനിൽ ആശ വെച്ചു. മേലാലും വിടുവിക്കുമെന്ന് ആശ വെച്ചു. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവ പൈതലെ നിങ്ങളുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്ക്. എത്ര വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. വിടുവിക്കാൻ കർത്താവിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി നീട്ടപ്പെട്ടില്ലേ? ഹല്ലേലൂയ. പ്രവർത്തിക്കുവാൻ ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് അനുകൂലമായി ഇറങ്ങി വന്നില്ലേ? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഓർക്കുക, അവൻ ഇനിയും നിങ്ങളെ വിടുവിക്കാൻ മതിയായവനാണ്. ഇനിയും നിങ്ങളെ വിടുവിക്കുവാൻ മതിയായവനാണ്. ഇനിയും വിടുവിക്കുവാൻ മതിയായവനാണ്. ഹല്ലേലൂയ. നിയമം എന്ന് പറഞ്ഞാൽ ദൈവിക വാഗ്ദത്തങ്ങൾ ദൈവിക നിയമത്തിൽപ്പെടുന്നതാണ്. അതിനെതിരായിട്ട് ഉയരുന്ന എല്ലാ ഉയർച്ചയും ദൈവം തകർക്കും. നമ്മൾ ദൈവസന്നിധിയിൽ നിന്നാൽ നമ്മൾ ദൈവത്തിന് വേണ്ടി നിൽക്കണം. സമയം ഒത്തിരി മുൻപോട്ട് പോയതുകൊണ്ട് ഞാനിതൊന്ന് കൺക്ലൂഡ് ചെയ്യുകയാണ്. വളരെ പ്രധാനപ്പെട്ട ചില ആശയങ്ങൾ കൂടി നിങ്ങളുടെ മുൻപിൽ പങ്കുവയ്ക്കുവാനായിട്ടുണ്ട്. എന്നാൽ ഇതിനെ ഒന്ന് കൺക്ലൂഡ് ചെയ്യുവാനായിട്ട് ഞാൻ ശ്രമിക്കുകയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ എല്ലായ്പ്പോഴും അവൻ്റെ കാലക്കണക്കുകൾക്കനുസരിച്ചാണ് നടക്കുന്നത്. അതതിന് വിടുക. കാരണം ദൈവം അത് ചെയ്തോളും. നമുക്ക് തോന്നും ഇപ്പം കർത്താവ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം ചെയ്താൽ നടന്നേനെ. ലാസറിൻ്റെയും മറിയയുടെയൊക്കെ ഒക്കെ മാർത്തയുടെയൊക്കെ ജീവിതത്തിൽ നമുക്കത് കാണാൻ കഴിയുന്നു. എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ ആ ഭാഗം വായിക്കുന്നില്ല, നിങ്ങൾ നോട്ട് ചെയ്യുന്നവർക്ക് എഴുതാം. 1 Kings chapter 8 verse 56, 57, 58 ഒക്കെ അങ്ങോട്ടൊന്ന് വായിക്കുമ്പം ശലോമോനോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ശലോമോൻ പറയുന്നത് റിയലി അത് ചിന്തിക്കേണ്ടതാണ്. എന്നാൽ ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ ചിന്തിക്കുന്നില്ല. ശലോമോൻ പറയുന്നൊരു കാര്യമുണ്ട്. പിതാക്കന്മാരോട് അരുളി ചെയ്ത ദൈവത്തിൻ്റെ വാഗ്ദത്തം, മോശ മുഖാന്തരം അരുളി ചെയ്ത അരുളപ്പാട്, അതിലൊന്നുപോലും കുറഞ്ഞു പോകാതെ, ഒറ്റക്കാര്യം പോലും കുറയാതെ ഹല്ലേലൂയ നടത്തി. സ്തോത്രം. എന്നിട്ട് താഴോട്ട് വരുമ്പോൾ ഇനിയും നിങ്ങൾ ശ്രദ്ധയോടെ കേട്ട് നിന്നാൽ എന്നാണ് പറഞ്ഞാണ് അത് താഴോട്ട് അവസാനിക്കുന്നത്. എന്നാൽ ഓർക്കേണ്ടതും ഹൃദയത്തിൽ സംഗ്രഹിക്കേണ്ട പ്രധാന കാര്യം, അവൻ്റെ വാഗ്ദത്തങ്ങളും അവൻ്റെ അരുളപ്പാടുകളും ഒരുമിച്ചാണ് മുമ്പോട്ട് പോകുന്നത്. ഈ മർമ്മം ഹൃദയത്തിലിരിക്കട്ടെ. ദൈവത്തിൻ്റെ വാഗ്ദത്തം നമുക്ക് ലഭിച്ചെങ്കിൽ കൂട്ടത്തിൽ അരുളപ്പാടുണ്ട്, ആലോചനയുണ്ട്, വ്യവസ്ഥകളുണ്ട്. അപ്പോൾ ദൈവം പറയുന്നു, എൻ്റെ കാര്യങ്ങൾ ഞാൻ അരുളി ചെയ്തത് നിവർത്തിക്കപ്പെടണമെങ്കിൽ എൻ്റെ അരുളപ്പാടിൽ നിൽക്കണം. ഹല്ലേലൂയ. വാഗ്ദത്തങ്ങൾ താമസിപ്പിക്കാൻ കഴിയും. നമ്മൾ പ്രാരംഭത്തിൽ കേട്ടതാണ്. വാഗ്ദത്തങ്ങൾ നിറവേറാതിരിക്കാൻ നമുക്ക് തടസ്സമായി നിൽക്കാൻ കഴിയും. ദൈവത്തിൻ്റെ കരത്തെ നമുക്ക് അറസ്റ്റ് ചെയ്യാൻ കഴിയും. ഹല്ലേലൂയ. എക്സാമ്പിൾ സഹിതം എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ എനിക്ക് പറയാൻ കഴിയും. തീരുമാനങ്ങൾ പലതെടുത്തിട്ടും
തീരുമാനങ്ങൾ പോയിട്ട് എല്ലാ വചനത്തിൻ്റെ ആഴങ്ങൾ അറിയുന്നതനുസരിച്ചാണ് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നത്. എന്നാൽ വചനം ഒരുപാട് ആഴത്തിൽ കിടക്കുന്നത് കൊണ്ട് എല്ലാത്തിലും നമ്മൾ എത്തിപ്പെടത്തില്ല. എന്നാൽ എടുത്തതിൽ പോലും വിശ്വസ്തത പാലിക്കാതെ ഹല്ലേലൂയ നിൽക്കാതിരുന്നിട്ടുള്ള കാര്യങ്ങളിൽ വഴികളെ ദൈവം അടച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്. കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ ദൈവസന്നിധിയിൽ ഒരു റിക്കൺസിലിയേഷന് വേണ്ടി തയ്യാറാകുമ്പോൾ ദൈവം അതിനു വേണ്ടി പ്രവർത്തിക്കുന്നു. ഇന്ന് പകൽക്കാലം ശലോമോൻ അത് പറയുമ്പോൾ മനോഹരമായ ദേവാലയമൊക്കെ പണിതിട്ടാണ് ശലോമോൻ അത് പറയുന്നത്. എന്നാൽ ശലോമോന് ആ ലുക്ക് ബാക്ക് ചെയ്ത് നോക്കിക്കൊണ്ട് പറയുകയാണ്, ഇങ്ങനെ ദൈവത്തിൻ്റെ ഷക്കേനായി ഇറങ്ങി വരുന്ന ഒരു ദേവാലയത്തിലേക്ക് ഇത്ര മനോഹരമായ അവസ്ഥയിലല്ല, ഒറ്റ ദിവസം കൊണ്ടുണ്ടായതല്ല. ഹല്ലേലൂയ. മിസ്രയീമിലെ കഠിനമായ അടിമത്തത്തിൻ്റെ നടുവിൽ നിന്ന്, വലിയ ശോധനകളുടെ, കണ്ണുനീരിൻ്റെ, വേദനയുടെ, വെല്ലുവിളികളുടെ ഒക്കെ നടുവിൽ നിന്ന് പടിപടിയായിട്ട് അവൻ വിടുവിച്ചു. ചെങ്കടലിനെ വിഭജിച്ചു കൊടുത്തു, മന്ന കൊടുത്തു, 33 അധികം ജാതികളെ തോൽപ്പിച്ച് പരാജയപ്പെടുത്തി കീഴടക്കി മുമ്പോട്ട് കൊണ്ടുപോയി. ഹല്ലേലൂയ, സ്തോത്രം. കൃത്യമായ വ്യവസ്ഥകൾ കൊടുത്ത് പടിപടിയായിട്ട് അവൻ മാനിച്ചു. ഒരു ദിവസമല്ല, 40 സംവത്സരം അതിനു വേണ്ടി എടുത്തു. പക്ഷേ സ്തോത്രം അറിയണം, അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. ദൈവത്തിൻ്റെ വഴികളിലും അരുളപ്പാടിലും നാം നിൽക്കുമെങ്കിൽ ഇന്ന് പകൽക്കാലം ഏതിൽ നിന്ന് നാം വീണിട്ടുണ്ടോ തീരുമാനമെടുക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ ആലോചനയുടെ മുമ്പിൽ നിന്ന് വളരെ ഷോർട്ടായിട്ടുള്ളൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഈ പ്രാർത്ഥന എഫക്റ്റീവ് പ്രാർത്ഥനയാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവിടെ നമ്മുടെ നടുവിലുണ്ട്. ഹല്ലേലൂയ. ദൈവാത്മാവ് വളരെ വ്യക്തമായി നമ്മളെ ചില കാര്യങ്ങൾ കൺവിൻസ് ചെയ്യിച്ചിട്ടുണ്ട്. ഇന്ന് ആ കൺവിക്ഷൻ്റെ മുകളിൽ നിന്ന് വേണം ദൈവജനം പ്രാർത്ഥിക്കുവാൻ. ദൈവത്തോട് പ്രാർത്ഥിക്കണം. എവിടെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ വന്നിട്ടുണ്ടോ, എവിടെയൊക്കെ വീഴ്ചകൾ വന്നിട്ടുണ്ടോ, എവിടെയൊക്കെ ആത്മീയമായി നാം പിന്നോക്കം പോയിട്ടുണ്ടോ, എവിടെയൊക്കെ ആത്മീയമായി നമുക്കൊരു തീരുമാനത്തിൽ മുന്നേറേണ്ടതുണ്ടോ, ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ അനുദപിച്ച് പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് സഭയെ ആഹ്വാനം ചെയ്യുകയാണ്. ഉടലപരവക്ഷസ്യ, ദൈവം നിന്നെ ഒരു വ്യക്തിയായിട്ടാണ് കണ്ടത്. ഹല്ലേലൂയ, സ്തോത്രം. ഓർക്കണം, ഇമ്പോർട്ടൻ്റ് ഒരു ചിന്തകൻ, അതുകൂടെ പറഞ്ഞോളാം, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. വളരെ പ്രഗത്ഭനായ ഒരു ചിന്തകനും വേദാധ്യാപകനും ആത്മശുശ്രൂഷകനുമായ TD ജെയ്ക്സ് ഒരിക്കൽ പറഞ്ഞു, ആരാണ് എക്സെപ്ഷണൽ എന്ന് പറയുന്നത്? ഇന്ന് അനേകം ആളുകൾ ഒരു ഇമ്പോർട്ടൻ്റ് പേഴ്സണായി മാറാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. എല്ലാത്തിലും ഇമ്പോർട്ടൻ്റ്. അവർക്ക് തന്നെ ചിന്തയുണ്ട്, ഞാനൊരു ഇമ്പോർട്ടൻ്റ് വ്യക്തിയാണ്. ഹല്ലേലൂയ, സ്തോത്രം. എല്ലാറ്റിലും അവർക്ക് പ്രാധാന്യം ലഭിക്കുക, എല്ലാത്തിലും അവർക്ക് തന്നെ ഒരു തോന്നലാണ്. അത് ലോകത്തിൻ്റെ ഒരു കളറാണത്, ലോകത്തിൻ്റെ വേൾഡിലെ നേച്ചറാണത്. പക്ഷെങ്കിൽ സ്തോത്രം, ദൈവം എല്ലായ്പ്പോഴും ഇമ്പോർട്ടൻറ്റിനെ താഴെ മാറ്റി വെച്ചിട്ട് എക്സെപ്ഷണലിനെ പുറത്തെടുക്കും. എക്സെപ്ഷണൽ ആരെന്നറിയാമോ? വചനത്തിന് വില കൊടുക്കുന്നവർ, വചനത്തിങ്കൽ വിറയ്ക്കുന്നവർ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ അനുദപിച്ച് വിളിക്കുന്നവർ, ഹല്ലേലൂയ, പുതുക്കത്തോടെ മടങ്ങി വരുന്നവർ, ദൈവത്തിന്റെ സന്നിധിയിൽ അവന്റെ കരങ്ങളിലെ ആയുധമാകണമെന്ന് അബ്രഹാമിനെ പോലെ ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയുടെ ഭാഗമായി മാറണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവ പൈതലിനെ അവൻ എക്സെപ്ഷണലായി കാണുന്നു. വലിയ ഇമ്പോർട്ടൻസ് ആഗ്രഹിച്ച് ഹല്ലേലൂയ ജീവിക്കുന്ന മാനവ സമൂഹത്തിൽ നിന്ന് ഭക്തിയോടെ, വിറയലോടെ, കണ്ണീരോടെ, ആദരവോടെ ദൈവവചനത്തെ കാണുകയും ദൈവവചനത്തിന് വില കൊടുക്കുകയും ദൈവനാമ മഹത്വത്തിനായി ജീവിതം ഏൽപ്പിച്ചുകൊണ്ട് വിശ്വസിച്ച് ജീവിക്കുന്നവരെ അവൻ പുറത്തെടുക്കും. അവൻ്റെ വാക്കിന് വലയിറക്കുന്നവരെ അവൻ പുറത്തെടുക്കും. അവൻ്റെ വാക്കിന് വില കൊടുക്കുന്നവരെ അവൻ ഉയർത്തും. ഹല്ലേലൂയ. ഇന്ന് പകൽ അതിന് ഏക റെമഡി ഇതേ ഉള്ളൂ. ദൈവമേ, നിന്റെ സാഹചര്യം മാറാൻ, നിന്റെ വഴി മാറാൻ, നിന്റെ ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഇംപ്രൂവ് ആകാനായിട്ട് എന്നും രോഗമെന്ന് പറഞ്ഞ് ഭീതിപ്പെടുത്തി നിൽക്കുന്ന അന്ധകാര മണ്ഡലങ്ങളുടെ മേല് വിട പറയുവാൻ, നീ ഒരു എക്സെപ്ഷണൽ ആയേ പറ്റുകയുള്ളൂ, നീ ഒരു എക്സ്ട്രാ ഓർഡിനറി ആയേ പറ്റുകയുള്ളൂ.
ഉള്ളൂ. ദൈവാത്മാവ് അതിലേക്ക് നിന്നെ നടത്താൻ താല്പര്യപ്പെടുകയാണ്. യേശുവിൻ നാമത്തില് ദൈവമേ, ഈ വചനത്തെ, ഈ ആലോചനയെ, ഈ അരുളപ്പാടിനെ ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന, കരയുന്ന, അനുതപിക്കുന്ന തന്റെ ജനത്തിന്റെ മേല് ദൈവത്തിന്റെ വിശേഷ കൃപ, ദൈവ പ്രവൃത്തി വെളിപ്പെടട്ടെ. അതിന് തടസ്സമായി നിൽക്കുന്ന വെല്ലുവിളികൾ വഴിമാറട്ടെ. അതിന് തടസ്സമായി നിൽക്കുന്ന വെല്ലുവിളികൾ വഴിമാറട്ടെ. ഓ ഹല്ലേലൂയ. അവർ പ്രോസ്പർ ആകട്ടെ. അവർ ദൈവത്താൽ മാനിക്കപ്പെടട്ടെ. ഓ ഹല്ലേലൂയ. പരിശുദ്ധനെ നന്ദിയോടെ സ്തുതിക്കുന്നു. അങ്ങയുടെ വലിയ കൃപകൾക്ക് നന്ദി പറയുന്നു. ഞങ്ങളെ തന്നെ വളരെ വിനയത്തോടെ അങ്ങയുടെ മുൻപാകെ സമർപ്പിക്കുകയാണ്. നീ വലിയവനായി ഞങ്ങളുടെ മധ്യേ ഇറങ്ങി വന്നു. നിന്റെ ജനത്തോട് നീ ഇടപെട്ടു. റെബൽ ഷമർസ്യാൻ തേരിയ ഹല്ലേലൂയ റക്കത്തുന ഖനാസ്യാൻ തേനിയ. നീ മാനിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്കൊക്കെ ഞങ്ങളുടെ തലമുറകളെ എലിവേറ്റ് ചെയ്യുവാൻ ദൈവജനം പ്രാർത്ഥിച്ചാട്ട്, ദൈവാത്മാ പ്രേരണ തരുന്ന രീതിയിൽ പ്രാർത്ഥിച്ചാട്ട്, അബ്രഹാമിനെ പോലെ ദീർഘമായൊരു ഫോർസൈറ്റ് നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. ദീർഘമായൊരു കാഴ്ചപ്പാട് ഉണ്ടാകട്ടെ. ഇന്നിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഒരു ലോ സൈറ്റിൽ നിങ്ങൾ നിൽക്കാതെ ഒരു ലോങ് സൈറ്റിലേക്ക് നിങ്ങൾ വരട്ടെ. വിശാലമായ കാഴ്ചപ്പാടോടുകൂടെ ദൈവത്തെ കണ്ടാട്ടെ. ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യാൻ വിശ്വസ്തനാണ്. He is always fulfilling his promises with his unwavering faithfulness. അവൻ പ്രവർത്തിക്കാൻ മതിയായവനാണ്. യേശുവിൻ നാമത്തിൽ സംഭവിക്കട്ടെ. ഓ ഹല്ലേലൂയ. സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ സംഭവിക്കട്ടെ. ഓ ചില കുടുംബങ്ങൾ ലിഫ്റ്റ് ആകട്ടെ. ശക്തമായ ആത്മീക തീരുമാനങ്ങളോടെ മുൻപോട്ട് വരട്ടെ. അതിലൂടെ ദൈവത്തിൻ്റെ ബ്ലെസ്സിങ്സ് ആ ഭവനത്തിലേക്ക് ഇറങ്ങട്ടെ. ദേശത്തിൻ്റെ നടുവിൽ അവർ, ഈ രാജ്യത്തിൻ്റെ നെറുകയിൽ ഉന്നത സാക്ഷ്യങ്ങൾ അവർ ഉയർത്തുവാൻ ഇടയാകട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധനെ നന്ദി. വലിയ കാര്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതിനായി സ്തോത്രം. നിന്റെ ജനത്തെ അനുഗ്രഹിച്ചിരിക്കയാൽ സ്തോത്രം. ആദരിക്കുന്നതിനായി സ്തോത്രം. എല്ലാ ബഹുമാനവും അങ്ങയ്ക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. കരങ്ങൾ ഉയർത്തി സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാം.